وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസി സഹോദരിമാരെ, അല്ലാഹുവെ സൂക്ഷിച്ചിട്ട് തഖ്വയിലെ ഈമാനിലെ വിശ്വാസിമാരെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു ചത്തു. എല്ലാവരുടെയും നസീഹത്ത് ആക്കിയുള്ള വസിയത്താക്കിയോ അത്തരത്തിൽ അള്ളാഹു തൃപ്തിപ്പെട്ടരെ നല്ല വിശ്വാസിമാരെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊന്ന ഒരു പഴക്കം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അയാളുടെ ശിഷ്യന്മാരൊക്കെ അണ്ടത്തെ കാലവും ഇനി വരവുള്ള കാലത്തെയും രണ്ടിനെയും താരതമ്യാക്കിയിട്ട് ചൊല്ലുകൊടുക്കുമ്പോൾ കൊറിയ പലക്ക ചൊല്ലും. അയാൾ ചൊല്ലത് ഇന്നക്കും ഫീ സമാൻ, അങ്ങനെ ചൊല്ലും. നിങ്ങ ഉള്ള ഈ കാലഘട്ടത്തെ ഒരു പ്രത്യേകത എന്ത്? കസീറുൻ ഫുഖഹാഉഹു ഖലീലുൻ ഖുതബാഉഹു. ഇന്നത്തെ ഈ കാലം അഥവാ ഇബ്നു മസ്ഊദ് പലക്ക പറഞ്ഞുള്ളത് സ്വഹാബിമാരുള്ളാറ് താബിഈങ്ങളുള്ളാറ് അങ്ങനൊട്ടിക ചൊല്ലേ നിങ്ങളെ കാല കസീറുൻ ഫുഖഹാഉഹു, അല്ലാഹുവിന്റെ ദീനര വിഷയത്തിൽ ഇൽമുള്ള ഫഖീഹുമാർ പണ്ഡിതന്മാർ ചമ്മ ഉള്ളാർ. വഖലീലുൻ ഖുതബാഉഹു, പ്രസംഗിക്കുന്ന ആൾമാർ പലക്ക പറയുന്ന ആൾമാർ ഭാരി കുറോടിയേറ്റ് സ്വഹാബിമാർ അല്ലെങ്കിൽ താബിഈങ്ങളെ ചൊല്ലി. പിന്നെന്തേ ഖലീലുൻ സുആലുഹു കസീറുൻ മുഅ്തുഹു, കേൾക്കുന്ന ആൾമാർ, ക്വസ്റ്റ്യൻ കേൾക്കുന്ന ആൾമാർ, സംശയം കേൾക്കുന്ന ആൾമാർ ഭാരി കുറോടി. വകസീറുൻ മുഅ്തുഹു, ഇനി ആരെങ്കിലും കേട്ടെങ്കിൽ അത് ഉത്തരം കൊടുക്കുകയും ചമ്മ ആൾമാറുള്ള കേൾக்கிறവங்க കുറോടിയും ഉത്തരം കൊടുக்கிறവங்க ഭാരി யாரோ உள்ள ஒரு காலப்படுத்திக்கிறவங்க உள்ளது. അയാൾ ചൊല്ലും അൽ അമലു ഫീഹി ഖൈറുൻ മിനൽ ഇൽം, ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഇൽമു നേടുന്നതിനായിട്ട് ശ്രേഷ്ഠത ഉള്ളത് നിങ്ങൾ അമലാക്കുന്നത് കേൾക്കുന്നത്. പിന്നെ അയാൾ ചൊല്ലും വസയതി സമാൻ, ഇനി ഒരു കാലം വരും. ആ കാലത്തെ പ്രത്യേകത എന്തിനെ? ഖലീലുൻ ഫുഖഹാഉഹു, അന്നത്തെ കാലത്ത് ഫഖീഹുമാർ അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ഇൽമുള്ള ആൾമാർ അങ്ങ് ഭാരി കൊറോടിയാക്കിയിരിക്കുകയാണ്. ആയെങ്കില വകസീറുൻ ഖുതബാഉഹു, ഖുതുബ ആക്കറങ്ങ, സ്പീച്ച് ആക്കറങ്ങ, പ്രസംഗിക്കറങ്ങ, മുണ്ടുരങ്ങ ആ കാലത്തിൽ യാറേക്കണം.
എൽമിന്നങ്ങ് കൊറോടിയും പലക്ക പരിരങ്ങ യാറോ മാത്ര അല്ല വകസീറുൻ സുആലുഹു അന്നത്തെ നാല് ക്വസ്റ്റ്യൻ കേൾക്കുക എത്രമാ ആൾമാർക്ക് ചമ്മ ആൾമാർക്ക് സംശയ ദീനര വിഷയത്തിൽ ആയെങ്കില വഖലീലുൽ മുഅ്തൂഹു ആ കേട്ട ക്വസ്റ്റ്യന് ഉത്തരം കൊടുക്കും ഭാരി കൊറോടി ആൾമാർക്ക് ഇബ്നു മസ്ഊദ് ചൊല്ല അങ്ങനെ ഒരു കാലം വന്നേണ്ടായെങ്കിൽ അൽ ഇൽമു ഫീഹി ഖൈറുൻ മിനൽ അമൽ അങ്ങനെ ഒരു കാലം വന്നെങ്കിൽ ആ കാലത്തില് അമലാക്കുന്നതിനാട്ടിയാറ ശ്രേഷ്ഠമായത് അള്ളാഹുവിന്റെ ദീനരെ ഇൽമു നേടുന്നതായിട്ട് ഇന്നത്തെ ഞങ്ങളെ റായത്തെ അവസ്ഥയും ഞങ്ങളെ റായത്ത് നടന്നോവിലെ കൊറിയ ഫിത്തനവും അതൊക്കെ ചില ആൾമാർ പ്രതികരിക്കുന്നതും അതെല്ലാം ഞങ്ങൾ കാണുമ്പോഴത്തേക്കും എൽമര വിഷയത്തിൽ എൽമിന്റെ ആൾമാർ ആലിമീങ്ങളായ ആൾമാർ അല്ലെങ്കിൽ എൽമ പഠിക്കുന്ന വിദ്യാർത്ഥിമാർ അള്ളാഹുവിന്റെ ദീനരുടെ വിഷയത്തിലുള്ള ഇങ്ങനെ പലക്ക പറയുന്നത് കാണുമ്പോൾ ഇബ്നു മസ്ഊദ് പലക്ക ഞങ്ങൾക്ക് വിചാരിച്ചു പോണ്ട അത് ഞങ്ങളെ കാലത്തെ വിഷയത്തിലായിട്ട് ഇബ്നു മസ്ഊദ് ചൊല്ലുന്നത് കാരണം ആരെങ്കിലും ഒരു വിഷയം കേട്ടെങ്കിൽ ഇൽമില്ലാത്ത ആൾമാർ അങ്ക് ബായിക്ക് വന്നതെല്ലാം ചൊണ്ട അങ്ങ ഗൂഗിളിൽ നോക്കിയിട്ടാ അത് ഉന്നതാ ഇല്ലാത്തതാ അല്ലെങ്കിൽ ಅದಕ್ಕೆ ഫത്വ നോക്കിയിട്ടാ ಎಲ್ಲ ചൊല്ലിക്കത്ത ഒരു കാലഘട്ടം ഇൽമില്ലാത്ത ആൾമാർ പലക്ക പറയുന്ന കാലഘട്ടം അതേപോലെ ഇൽമില്ലാത്ത ആൾമാർ അല്ലാഹുവേ അടിമമാരെ മുഅ്മിനീങ്ങളായ ആൾമാരെ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും എവിടെ ഫത്വ എടുത്തിട്ട് അങ്ങനെ മുമ്പോട്ടേക്കത്ത ഒരു കാലഘട്ടം ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ട് ഹദീസ് ദുർവ്യാഖ്യാനിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇബ്നു മസ്ഊദ് ഇരുന്നത് അങ്ങനെ ഒരു കാലം വന്നെങ്കിൽ നിങ്ങൾ ഇൽമു നേടുക പ്രാധാന്യം കൊടുക്കണം അമലിനായിട്ട് യാർ ശ്രേഷ്ഠത്തെ ഉണ്ടു സുന്നത്തായ നിസ്കാരത്തായിട്ട് യാർ അണ്ട് ഇൽമു നേടുന്നതിലേക്ക് ശ്രേഷ്ഠത്തെ ഉണ്ടു ചൊല്ലി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലി അപ്പൊ സഹോദരന്മാർ ഞങ്ങളുടെ പലക്ക പറഞ്ഞുള്ളത് ഇൽമു നേടുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അതിന്റെ പ്രാധാന്യത്തെ എത്തിക്കും ഇൽമു ചൊല്ലത് അത് ഞങ്ങൾ ചരിത്രത്തെ പരിശോധിച്ചിട്ടുണ്ടായെങ്കിൽ ഓരോ കാലഘട്ടത്തിലും ഇൽമുക്ക് ചേഞ്ചസ് വന്നു മുന്നൊരു കഴിഞ്ഞു പോയിക്കത്തെ ഞങ്ങളെ സലഫുമാർ അങ്ങനെ ഇൽമും ഇന്നത്തെ ഇൽമും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒരു കിതാബേ ഉണ്ട് ഫദ്ലു ഇൽമി സലഫി അലാ ഇൽമിൽ ഖലഫ് ചൊല്ലിയ കിതാബ് എന്തിനാ കിതാബിന്റെ പേര് അതിന്റെ അർത്ഥം എന്താ ഫദ്ലു ഇൽമി സലഫ് സലഫുടെ ഇൽമുടെ പ്രാധാന്യത്തെ എങ്ങനെ ഇൽമുൽ ഖലഫ് പിന്നെ വന്ന ഖലഫ് ചൊന്നെങ്കിൽ സലഫിൽ പിന്നെ ഉള്ള ഈ കാലഘട്ടത്തിലുള്ള ജീവിക്കുന്ന ആൾമാർ ആ ഖലഫുടെ ഇൽമു വെച്ച് നോക്കുമ്പോൾ സലഫുടെ ഇൽമുടെ പ്രാധാന്യത്തെ എന്തിനുണ്ട് വിശദീകരിക്കുന്ന കിതാബായിട്ട് അപ്പൊ അത് സഹാബിമാരെ കാല അങ്ങനെ ഉള്ള ആ കാലുള്ള കഴിഞ്ഞു വരുമ്പോഴത്തേക്കും അതിലുള്ള ചേഞ്ചസ് ബന്ധർ ചെമ്മേണ്ടിട്ടുണ്ട് അപ്പൊ ഇൽമു നേടുന്നതും ഇൽമുമായി ബന്ധപ്പെടുന്നതും എന്ത് യാറത്തെ ആൾമാർക്കും ഇഷ്ടമില്ല ഇൽമുമായി ബന്ധപ്പെട്ട ആൾമാർക്ക് ദീനര വിഷയം ചമ്മ പഠിക്കുക അല്ലെങ്കിൽ ദീനര വിഷയത്തിൽ ചമ്മ ഡീപ്പായിട്ട് നോളജ് എടുക്കുക നമുക്ക് താല്പര്യം അപ്പൊ അങ്ങനെ ഞങ്ങൾ അള്ളാഹുടെ ദീനര വിഷയത്തിൽ പഠിക്കുകയും അള്ളാഹുടെ ദീനര വിഷയത്തിൽ ചമ്മ മുട്ടാവുകയും ചമ്മ തെറുവും ഒരു തെരുവായിട്ട് ഇങ്ങനെ ഇൽമു നേടിയ ഇമ്മത്തിലെ ഇമാമുമാരെ ഞങ്ങളെ സലഫുമാരെ ജീവന ചരിത്രം പഠിക്കാൻ അത് ഞങ്ങൾക്കൊരു പ്രചോദനമായിട്ട് മനസ്സിൽ ഈമാൻ നിന്ന ആൾമാർക്ക് അള്ളാഹുടെ പേടിയുന്ന ആൾമാർക്ക് അങ്ങനെ മുന്നോട്ട് കഴിഞ്ഞുപോയ ആൾമാരെ ചരിത്രം പഠിക്കുമ്പോൾ ഞങ്ങൾക്കും അങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾക്ക് അങ്ങനെ പഠിപ്പാട്ടണം അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരു പണ്ഡിതരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ചൊല്ലിയ ഒരു വിചാരമുണ്ട് ആ ഇമാമിങ്ങളെ ചരിത്രത്തെ നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ടായിട്ട് അൽ ഇമാം അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തെ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ചയാക്കുന്നുണ്ട് 3 വിഷയമായിട്ട് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഞാനിവിടെ പലക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഇമാം ബുഖാരിയുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ മനസ്സിലാക്കണ വലിയ വിഷയമാണ് രണ്ട് ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയുമായി ബന്ധപ്പെട്ടിട്ട് ചില വിഷയമാണ് 3 ഇത് രണ്ടും ഞങ്ങൾ മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ഞങ്ങളെ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ ഇത് രണ്ടും മനസ്സിലാക്കിയ ആൾമാരെ സംബന്ധിച്ചിടത്തോളം സ്വഹീഹുൽ ബുഖാരി എന്തെന്തും ഇമാം ബുഖാരി എന്തെന്തും മനസ്സിലാക്കിയ ആൾമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നെ പഠിക്കുള്ളത് ആ സ്വഹീഹുൽ ബുഖാരിയുടെ ലോകത്ത് വിമർശിച്ച ആൾമാരുള്ള എന്റെ ഞങ്ങളെ റായത്ത് അത് വിമർശിക്കുന്ന ആൾമാരെ ഫിത്തന യാറായോ വന്നു അപ്പൊ ഇത് രണ്ടും ഞങ്ങൾ പഠിച്ചെങ്കിൽ മൂന്നാമത്തെ ഒരു വിഷയം അതായിട്ട് എന്തുകൊണ്ടിട്ടോ ആൾമാർ എന്തെല്ലാം കാരണം ചൊന്നിട്ടു സ്വഹീഹുൽ ബുഖാരിനെ വിമർശിച്ചാറ് ಅದಕ್ಕೆ ನಂಗೆ കൊടുക്കുകയുള്ള ജവാബ് എന്ത് അത് പഠിച്ചുകൊണ്ടിട്ടു അത് മനസ്സിലാക്കുകയുള്ള എനിക്കത്തെ ഒരു 2 ക്ലാസ് ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ സഹോദരന്മാരോട് നോക്കൂ അൽ ഇമാം അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ബുഖാരിയുടെ പേര് അബു അബ്ദുല്ലാ അയാളുടെ
കുനിയത്തായിട്ടിരിക്കുന്നത്. അയാളുടെ യഥാർത്ഥ പേര് മുഹമ്മദ് ഉണ്ടായിട്ടിരിക്കുന്നത്. മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം ഇബ്നു മുഗീറ ഇബ്നു ബർദിസ്ബ അൽ ജഅഫി അൽ ബുഖാരി ഉണ്ടായിട്ടിരിക്കുന്ന ആ പേര് ഫുള്ള് ചൊല്ലു ഒരു കാരണമാണ്. ഇമാം ബുഖാരിയുടെ അബ്ബ മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ഇമാം ബുഖാരിയുടെ അബ്ബ ആയിട്ടിരിക്കും. അയാളുടെ അബ്ബ ഇബ്രാഹിം, അയാളുടെ അബ്ബ ഇബ്നു മുഗീറ, അയാളുടെ അബ്ബ ഇബ്നു ബർദിസ്ബ. ഈ ബർദിസ്ബ ചൊല്ലിക്കത്ത വ്യക്തി അഥവാ ഇമാം ബുഖാരിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അല്ല വേറെ എന്തൊരു ചൊല്ല അജ്ജര അബ്ബ ഞങ്ങൾ ചൊല്ല പിജ്ജാണ്ട് ചൊല്ല ചില ഓരോ പ്രായത്തോറ പേർക്ക് അതുകൊണ്ട് നാം ചൊല്ലി. അയാൾ ഈ ബർദിസ്ബ ചൊല്ല ആൾ എന്തരല്ല, അയാൾ മുസ്ലിം അല്ല, അയാൾ മുസ്ലിം അല്ല. അപ്പൊ ഞങ്ങൾ ചിന്തനാക്കി നോക്കണം. ഞങ്ങൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് ചൊല്ല ലോകത്തറിയപ്പെട്ട ഇമാം. അയാളുടെ ബോബര അബ്ബ എന്തരല്ല, അയാളുടെ അബ്ബമാരെ പരമ്പരയിലുള്ള എനിക്കത്തെ ഏറ്റവും മുട്ടമുള്ള ഒരു വ്യക്തി എന്തരല്ല, മുസ്ലിമാണ്. ഇമാം ബുഖാരിയുടെ ബോബ എനിക്കത്തെ മുഗീറ അയാളെത്തിക്കുന്നത് മുസ്ലിമാവും. അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നത് അയാൾ സ്വറാക്കിയോ എന്നെനിക്കത്തെ അയാളുടെ ഒരു യജമാനമുണ്ട്. അയാളുടെ പേരെത്തിക്കുന്നത് ജഅഫി അല്ലെങ്കിൽ ജഅഫിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ. അയാൾ മുഖാന്തര ഇമാം ബുഖാരിയുടെ ബോബ ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പൊ അന്നത്തെ കാലത്തൊരു രീതി എന്തെ ആരെങ്കിലും വേറെ ഒരാൾക്കാരൻ ഇസ്ലാം സ്വീകരിച്ചെങ്കിൽ അയാളുടെ കുടുംബത്തെ പേര് ഇയാൾക്ക് വെച്ചു കൊടുക്കുക. ഇമാം ബുഖാരിയുടെ കുടുംബ പേര് ജഅഫി അല്ല. അയാൾ ഇമാം ബുഖാരിയുടെ ബോബ ഇസ്ലാം സ്വീകരിച്ചത് ഈ ജഅഫി ചൊല്ലെങ്കത്തെ പിന്നെ കുടുംബത്തിൽ പെട്ട ആളായ സബുലും ഇമാം ബുഖാരിയുടെ പേരൊട്ടിക്ക് ജഅഫി ചൊല്ലെങ്കത്തെ പേര് വന്നു. അപ്പൊ നാണ് ഒന്നാമത് ഞാൻ ചൊന്നത് ഉദ്ദേശിക്കുന്നത് അള്ളാഹുടെ ദീനുക ആറ് പേരുകൊണ്ട് തീരുമാനിക്കുന്ന ആറ് അത് അള്ളാഹു. ചിലപ്പോ അബ്ബ കാഫിറായിട്ടിക്കും, ചിലപ്പോ ഉമ്മ കാഫിറായിട്ടിക്കും, ചിലപ്പോ ഈ വ്യക്തിയെ ചിലപ്പോ കാഫിറായിട്ട് പിന്നെ ഇസ്ലാം സ്വീകരിച്ച ആളായിട്ട് അങ്ങനെ ചരിത്രത്തിൽ ആൾക്കാരുള്ള ഇമാമിങ്ങളുള്ള. അപ്പൊ അള്ളാഹുടെ ദീനുക ആറ് പേരുണ്ട്. ആര് തീരുമാനിക്കണം? അള്ളാഹു തീരുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ചൊല്ലി അള്ളാഹു ഒരു അടിമ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇസ്തഅമലഹു, അള്ളാഹു അവിടെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ സ്വഹാബിമാർക്ക് അതിശയിച്ചു. കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, അള്ളാഹുടെ റസൂൽ അള്ളാഹു ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്നത് അള്ളാഹു ആവശ്യപ്പെട്ടില്ല. എങ്ങനെ അള്ളാഹുടെ റസൂൽ ഒരു വ്യക്തിയെ അള്ളാഹു ഉപയോഗിക്കരുത്? അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ല അൽ മൗത്ത്, അവർ മരിക്കുന്നതിന് മുന്നോലും ഒരു അമൽ സ്വാലിഹാത്താക്കുള്ളെങ്കത്തെ സ്വാലിഹായ അമൽ സത്കർമാക്കുള്ളെങ്കത്തെ അവകാശത്തെ തൗഫീഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക. അങ്ങനെ അള്ളാഹു ഉപയോഗിക്കുന്നു. അപ്പൊ അത് ആറ് പേരുണ്ട് എന്താക്കുക? അള്ളാഹു തീരുമാനിക്കുക. ചരിത്രത്തില് കല്ല് കുടിച്ചിട്ട് പിന്നെ വലിയ ഇമാമായ ആൾമാരെ ചരിത്രം നമുക്ക് കാണുക സാധ്യത. എത്രമാ വർഷ ഒരു അങ്ങാടിയിൽ സ്വർത്തിക്കുന്നെങ്കിൽ എത്താളായിട്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം നബവിയുടെ ചരിത്രം അതായിട്ട് അയാൾ ഒരു അങ്ങാടിയിൽ സ്വറാക്കിയ ഇമാം. ആ കാലഘട്ടത്തിൽ ജീവിച്ചെങ്കിൽ ഒരു വലിയ ഇമാം അയാൾ ഈ അങ്ങാടിയിൽ സ്വറാക്കിற ഈ കിടാവരെ കണ്ടപ്പ എന്തരമാ ഒരു ഹൈറുള്ള കിടാവുണ്ട് വിചാരിച്ചിട്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി വിളിച്ചു പോയി. ലോകത്ത് അറിയപ്പെട്ട ഇമാമായി. അങ്ങനെയുള്ള നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പൊ ഏതായെങ്കിലും കൂടെ നാം മനസ്സിലാക്കുന്നത് അള്ളാഹുടെ ദീന് ആറ് പേരുണ്ട്. അള്ളാഹു എത്തിക്കുന്ന തീരുമാനം. ഇത് ഇമാം ബുഖാരിയുടെ പേരിൽ മാത്രം നമുക്ക് ഉള്ളിക്കത്തെ ഒരു ഗുണപാഠം, ഒരു ഫായിദ, ഒരു ബെനിഫിറ്റ് ആയിട്ട്. ഇനി നോക്കുക, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ രണ്ടാമത്തെ ഈ പേരിലുള്ള രണ്ടാമത്തെ നമുക്കുള്ളിക്കത്തെ ഒരു ഗുണപാഠം എന്തെ ബുഖാരി ബുഖാര എവിടുള്ളതായ ബുഖാര എവിടുള്ള ഇന്നത്തെ റഷ്യത്തിലായിട്ട് അഥവാ ഉസ്ബെക്കിസ്ഥാൻ ഉള്ളിക്കത്തെ ഒരു റായ എത്തിക്ക് ബുഖാര ചൊല്ലിക്കത്തായ എന്തിനല്ല ഒരു അറബി റായ അല്ല. ലോകത്ത് അറിയപ്പെട്ട ഇമാമിങ്ങൾ എല്ലാവരും എന്തിനല്ല അറബി ഭാഷ പഠിച്ചിട്ട് അറബിയായ ആൾമാരല്ല. എന്തും വേണ്ട. കുത്തുബു സിത്ത 6 കിതാബുണ്ട്. ഏതല്ല കുത്തുബു സിത്തത്തെ 6 കിതാബ്? മക്കാർക്ക് ചൊല്ലമ കുത്തുബു സിത്തത്തെ 6 കിതാബ്. ഇൻഷാ അല്ലാഹ് മക്ക ഭാരി ഉഷാറുള്ള ബാറക്കല്ലാഹു ഫീഹിം ചൊല്ലമ ആർക്കും കുത്തുബു സിത്ത 6 കിതാബുണ്ട്. സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം, പിന്നെയും 4 കിതാബുണ്ട്. വലിയ മക്കൾക്ക് ചെറിയ മക്കൾ തിരുമതി ഓക്കെ ആരത് ചൊന്നേ? അബൂദാവൂദ്, മാഷാ അല്ലാഹ്. ഇബ്നു മാജ ഓക്കെ. പിന്നെ ഒന്നും ബാറക്കല്ലാഹു ഫീഹി. നസായി
അങ്ങനെ കുതുബുസിത്തൽ അറിയപ്പെട്ട 6 ഇമാമിങ്ങളുള്ള ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം ഇബ്നു മാജ, ഇമാം നസായി, ഇമാം അബൂ ദാവൂദ്, ഇമാം അത്തിർമിദി, ഈ 6 ഇമാമിങ്ങളും എന്തല്ല 6 ആളും അറബികളാണ്. 6 ആളും അനറബിമാർ. ലോകത്ത് അറിയപ്പെട്ട ഇമാംമാരായില്ല. ചിന്തിച്ചു നോക്കൂ. അപ്പൊ നങ്ങച്ചോളുടെ കുറെ കാരണമുണ്ട്. അള്ളാഹുടെ ദീന് പഠിക്കാണ്ടിരിക്കൂ, അല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ടിട്ട് ഇടപെടാണ്ടിരിക്കൂ. നങ്ങച്ചോളുടെ കുറെ കാരണമുണ്ട്. ഞങ്ങളൊരായത്ത് അറബി മദ്രസ അവിടെ പോയപ്പോൾ ഇവിടെ പഠിച്ച അത് പഠിച്ച അത് അറബി. അപ്പൊ ഞങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചത് ലോകത്തെ ഇമാമിങ് എല്ലാം അറബി രംഗാണ്ടല്ല. കുത്തുബുസിത്തത്തെ 6 ഇമാമിങ് പോലും എന്തിനല്ല അറബി രംഗല്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ റായത്തിൽ ഞങ്ങൾ ജീവിച്ചുള്ള ഈ റായത്തിൽ ഒരു തൗഹീദിനെ വെളിച്ചത്തെ കൊമ്പെന്നെങ്കിൽ ഇമാമായിട്ടിരിക്കുക. ഇമാം ബുഖാരിക്ക് ഒരു ഉസ്താദുണ്ട്, മുഹമ്മദ് ഹയാത്ത് സിന്ധി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ബുഖാരി ഏറ്റവും അടുത്ത ഒരു ഉസ്താദായിരിക്കും. ഇമാം ബുഖാരിയുടെ ഹദീസിലെ ഉസ്താദായിരിക്കും. അതിലെ ഉണ്ടാവും ഇന്ത്യത്താണ് മുഹമ്മദ് ഹയാത്ത് സിന്ധി. ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്താദ് ഇന്ത്യത്താണ്. ചിന്തിച്ചു നോക്കും. അപ്പൊ ഞങ്ങളെ റായത്ത് അറബിയില്ല, അങ്ങനല്ല. അങ്ങ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഇഖ്റ കണ്ടപ്പോ അങ്ങ് തുടങ്ങിയാൽ അങ്ങ് അറബി ഭാഷ പഠിച്ചാറ് അറബിയിലുള്ളെങ്കത്തെ ഇമാമിരകലായിട്ട് വലിയ സ്ഥാനത്ത് എത്തുക അങ്ങാക്കിയാറ് അങ്ങ് പരിശ്രമിച്ചാർ. ഷഫീർ റഹ്മാൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലേ ഞങ്ങൾ റായത്ത് ജീവിച്ച് ഇന്ത്യത്തെ ഒരാളായിട്ടിക്കും. എത്ര വലിയ അറിയപ്പെട്ട ഇമാമായിത്തയാൽ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മലയാളിയായ സബുൽ ഞങ്ങൾ ഒരു ആലിമല്ലാണ്ട് ഞങ്ങൾ വിചാരിക്കാൻ ഒരാള് ഞാൻ ഒരു കുറെ നാൾ മുന്നിൽ ഒരാൾ പ്രസംഗിക്കുന്ന കേട്ട കേരളത്തിൽ 100 വർഷ ചമ്മ സലഫിറകളെ സംഘടന ഉണ്ടായിട്ട് ഒരു ആലിമു പോലും ഉണ്ടായിട്ടാണ്. അല്ലാഹു മുസ്തആൻ. ഇവ നോക്കൂ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി സൗദി അറേബ്യത്തെ രണ്ടാമത്തെ ഗ്രാൻഡ് മുഫ്തി ആയിട്ട് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബിലും അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കുന്നു. ചിന്തിക്കോളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹത്തെ അർത്ഥത്തെ വിശദീകരിക്കുമ്പോൾ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി കൊമ്പന്റെ ദലീലാണ് കമാ ഖാല ഷെയ്ഖ് ഉമർ അൽ മലീബാരി. ആര്? ഉമർ മൗലവി റഹ്മത്തുള്ളാഹി. കേരളത്തിലുള്ള ഉമർ മൗലവിയെ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി സൗദി അറേബ്യത്തെ ഗ്രാൻഡ് മുഫ്തി ആയിട്ട് ഇമാം കൊമ്പന്റെ ഉമർ മൗലവി ചൊന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹത്തെ അർത്ഥത്തെ വിശദീകരിക്കുന്നത് ഞങ്ങൾക്ക് അയാളുടെ കിതാബിൽ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചമ്മ ഇമാമിങ്ങൾ ചൊന്നത് അറബി അല്ലാന്നിട്ട് പോലും ലോകത്ത് അറിയപ്പെട്ട എത്രമാ ഇമാമിങ്ങളുള്ളത്. അബ്ദുസ്സമദ് അൽ കാത്തിബ് കെ മൗലവിയുടെ മോൻ, അയാള് ഒരു കിതാബിൽ കിതാബുൽ ഫറായിൽ പിന്നെ ഇസ്ലാമിൽ ഈ വാരിസു നിയമ ഒരു അറബിയിലായ കിതാബിൽ എത്രമാ വർഷമായിട്ട് മദീന യൂണിവേഴ്സിറ്റിയിൽ വാരിസു നിയമ പഠിപ്പാട്ടൊക്കെ ഉപയോഗിക്കുന്ന കിതാബും ഇന്ത്യത്തെ ഒരു ആലിമിയുടെ കിതാബ് ഇണ്ടും അതേ പഠിപ്പാട്ടുള്ളൂ. കൂടുതൽ അറബി രംഗ എത്രമാ ആൾമാർ പഠിച്ചോല്ലേ അടിസ്ഥാനപരമായി എനിക്കത്തെ വാരിസു നിയമത്തെ കിതാബ് ഇന്ത്യത്തെ അതും കേരളത്തെ ഒരു സൗത്ത് ഇന്ത്യത്തെ ഒരാളിന്റെ കിതാബ് എത്തിക്കും. അവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് സഹോദരന്മാരെ, അറബി ആവണു ചൊല്ലത് എന്തും ഒരു ഷർത്തല്ല. അറബി ആയെങ്കിൽ ആലിമാവുടെ ഇമാം ഷാഫിയെ പോലത്തെ ആലിമാവണ അറബി ആവണു അല്ല. ഞങ്ങൾ തീരുമാനിച്ചെങ്കിൽ ഞങ്ങളെ ഒരു ബോണ്ട് ഇതേപോലെ ഒരു ആലിമാക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ തീരുമാനിക്കണം. അതൊക്കെ ചമ്മ ത്യാഗവും. ചിലപ്പോ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവും, ഞങ്ങളെ കുടുംബത്തങ്ങളെ ചൊന്നിട്ട് സമാധാക്കണം, അങ്ങനെ ചമ്മ ബുദ്ധിമുട്ട് അതൊക്കെയുണ്ട്. അതെല്ലാം ഞങ്ങൾ മുൻകടന്ന് വന്നിട്ടായെങ്കിൽ ഞങ്ങൾക്ക് നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒരു ബോണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുണ്ട്. അത് ഞങ്ങൾ ശ്രദ്ധിക്കണായ വിഷയം. നോക്കൂ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അബ്ബ, അയാളുടെ അബ്ബയുടെ പേര് ഇസ്മായിൽ, മുഹമ്മദ് ബിൻ ഇസ്മായിൽ. അയാളും ഒരു അറിയപ്പെട്ട ഹദീസായിട്ട് ഹദീസിന്റെ വിഷയത്തിൽ നല്ല അറിവുള്ള ഇമാമായിട്ട് ഇമാം മാലിക്കിലെ ശിഷ്യ ആയിട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബ്ബ ചൊല്ലി. അത് മാത്രമല്ല, അയാള് വലിയ ഒരു പൈസക്കാർ. ഇമാം ബുഖാരിയുടെ അബ്ബ വലിയ പൈസക്കാർ. അയാളുടെ ഭയങ്കര കച്ചവടം നടത്തി വലിയ പൈസക്കാരായിട്ട്. അങ്ങനെ ഇമാം ബുഖാരിയുടെ ചെറിയ പ്രായത്തിലെ അബ്ബ മരിക്കും. അത് ചരിത്രത്തിൽ കാണാൻ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു 3 വയസ്സ് 5 വയസ്സിക്കുമ്പോൾ ഇമാം ബുഖാരിയുടെ അബ്ബ മരിക്കും. ആ ടൈമിൽ ഇമാം ബുഖാരി കണ്ണു കാണാത്ത വ്യക്തിയായിട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ അബ്ബ മരിച്ച സന്ദർഭത്തിൽ അബ്ബ ഉമ്മ ഒരു നസീഹത്ത് കൊടുക്കും. തന്റെ ഈ സമ്പത്തിൽ ഹറാമായതുമില്ല, സംശയമില്ല, ഹലാല ഹറാമായിട്ട് സംശയമില്ല സമ്പത്ത് പോലും തന്റെ ഈ സമ്പത്തിന് കൂട്ടത്തിലില്ല. അതുകൊണ്ട് ഈ മോന്റെ നീ എന്താക്കണം,
ഖൈറായ രൂപത്തിൽ ഈ സമ്പത്ത് ഉപയോഗിക്കണം ചൊല്ലി ഒരു നസീഹത്താക്കിയിട്ടുണ്ട്. അങ്ങനെ ഉമ്മ തീരുമാനിക്കുന്നത് എന്റെ മോനും ഒരു അറിയപ്പെട്ട എനിക്കത്തെ ഒരു ആലിമാവണം, ഒരു മുഹദ്ദിസാവണം. അങ്ങനെ ഉമ്മ ദുആർക്ക് നിരന്തരമായിട്ട് ദുആർക്ക് ഇമാം ബുഖാരിയുടെ കണ്ണിലെ ദൃഷ്ടി അയാൾക്ക് നൃത്തം തിരിച്ചു കിട്ടും. സുബ്ഹാനല്ലാഹ്, ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നതായിട്ട് കണ്ണ് കാണാത്ത ഇമാം ബുഖാരിയുടെ കണ്ണ് അയാളുടെ കാഴ്ച എന്താവും തിരിച്ചു കിട്ടും. എന്ത് കാരണം? ഒരു ഉമ്മരെ ദുആ കാരണം തിരിച്ചു കിട്ടുന്നതായിരിക്കും. അപ്പൊ സഹോദരന്മാർ, ഇത് ഒരു വലിയ വിഷയത്തിക്കും. ചരിത്രത്തിൽ ഇങ്ങനത്തെ ചമ്മ ഉമ്മമാരെ ദുആ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യത. ഇതൊക്കെ ഒരു ഉദാഹരണം എത്തിക്കും. ഇമാം അഹ്മദിന്റെ ജീവിതത്തിൽ ഇതേപോലെ നമുക്ക് കാണാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിൽ ഇതേപോലെ നമുക്ക് കാണാം. അപ്പൊ ഞങ്ങളെ അബ്ബ ഉമ്മരെ ദുആ ചൊല്ലത് അതൊരു ഗൗരവമുള്ളത്. ഞങ്ങളെ എന്റെ വിചാരിക്കല ഞങ്ങളുടെ വലിയ ഞങ്ങൾക്ക് നല്ല സാലറി ഉണ്ട്, നല്ല പൊസിഷൻ ഉണ്ട്, ഞങ്ങൾ ഭാര്യ റാഹത്തിൽ ഞങ്ങൾ ജീവിച്ചോളൂ. ഇതെല്ലാം ഞങ്ങളെ ഒരു നക്കേന്ദ്രമാ ഒരു കഴിവുള്ളത് കൊണ്ട് അല്ല. അത് പലതും ഞങ്ങളെ അബ്ബ ഉമ്മരെ ദുആ. അതിലൊട്ടികമേ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്തിന്? നമുക്ക് വേണ്ടി ഞങ്ങൾ ദുആക്ക് ചൊല്ലുന്നു. ചിലാർമാർ ചൊല്ലാർ ഓടും, എത്ര ചൊല്ലും കേൾക്കില്ല, അങ്ങനെ എന്തൊരു പരിഹാരം? അബ്ബ ഉമ്മരെ ദുആ. അതിനായിട്ട് മക്കൾക്ക് അബ്ബ ഉമ്മരെ ദുആ മക്കൾക്ക് ഫലം ഉണ്ടാക്കാൻ വേറൊന്നും ഇല്ല. അതായിരിക്കും പണ്ഡിതന്മാർ ചൊല്ലുന്നത്. ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലുന്ന പലക്ക് കാണാം, ദുആഉൽ ഉമ്മഹാത്ത് അക്സറു മിനശ് ശകാവ അനിൽ ഔലാദ്. അബ്ബ ഉമ്മരെ ദുആ ചൊല്ലുന്നത്, ഉമ്മമാരെ ദുആ ചൊല്ലുന്നത് നിങ്ങൾ എല്ലാവരുടെ കംപ്ലൈന്റ് ആക്കുന്നതിനാണ്ടി നിങ്ങൾക്ക് ഏറ്റവും നല്ലതിരെ നിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ. അപ്പൊ ഇത് ഞങ്ങൾ ശ്രദ്ധിക്കണം. ഇമാം ബുഖാരിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പാട്ട് എത്തിക്കുന്നത്, അയാളുടെ കണ്ണ് കാണാത്ത ഇമാം ബുഖാരിയുടെ കണ്ണിനെ കാഴ്ച തിരിച്ചിട്ടു. അങ്ങനെ 10ാമത്തെ വയസ്സിൽ അയാൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അയാൾ ഹിഫ്ളാക്കണം. ഇമാം ബുഖാരി ഹിഫ്ളാക്കണം. ഉമ്മ കൊമ്പോണ്ട് ആ റായത്തിൽ നിന്ന് വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാരെ മുട്ടും വലിയ വലിയ ഖുർആനിലെ ഉസ്താദുമാരെ മുട്ടും വിളിച്ചു പോയിട്ട് ഇമാം ബുഖാരി 10ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കണം. നമുക്ക് ഖുർആൻ ചൊല്ലത് അത് ഹിഫ്ളാക്കണായത് ചെന്ന വലിയായിട്ടല്ല, വലിയ ഹിഫ്ളാക്കണക്ക് ഫضലുണ്ട്. അത് ഞങ്ങളെ ചെറിയ മക്കളെ ഞങ്ങൾ ഉള്ള ഈ ഒരു റായ സഹോദരന്മാരെ ഇങ്ങനെ ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കുക. ഞങ്ങളെ റായത്താൻറ്റി ആറ സൗകര്യമില്ലെങ്കിൽ റായത്തിക്കും ക്രമാ പള്ളിയിൽ അവിടെ ഹലത്തുണ്ടോ, അതല്ലെങ്കിൽ വേറെ രൂപത്തിലും പഠിപ്പാട്ടും എല്ലാ സംവിധാനമുള്ള ഒരു റായത്തെ എത്തിക്കുന്നത് ഞങ്ങളിലേക്ക്. ഞങ്ങളെ മക്കളെ ഞങ്ങൾ ഖുർആൻ പഠിപ്പാട്ടും. അത് ചെറിയ വയസ്സിലേ ഞങ്ങളെ കൽബുക്ക് ഞങ്ങൾ ആ ഖുർആൻ ഒട്ടിക്കുള്ള ആ മഹബത്തിൽ ഞങ്ങൾ ഇട്ടുകൊടുക്കും. ഇത്രയും നല്ല തൗഫീഖ് കിട്ടിയ ഒരു റായത്ത് ഞങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങളെ മക്ക ഒരു 20 വർഷം 25 വർഷം 30 വർഷം കൂടെ ജീവിച്ചിട്ട് അങ്ങനെ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടില്ലാണ്ടായെങ്കിൽ അല്ലാഹു ഞങ്ങളുടെ നാളെ കേൾക്കും. ഇത്ര സൗകര്യം നിൽക്കി പഠിക്കുന്നു. നിങ്ങളെ മക്കളെ പഠിപ്പാട്ടും എന്ത് നിന്റെ മക്കളെ പഠിപ്പാട്ടാട്ടെ അല്ലാഹു ഞങ്ങളുടെ കേൾക്കും. നിന്റെ മോന്റെ എന്ത് നീന് 10th പഠിപ്പാട്ടിട്ടില്ല അല്ലെങ്കിൽ +2 പഠിപ്പാട്ടിട്ടില്ല, അത് അല്ലാഹു കേൾക്കല. അത് ആവശ്യം ദുനിയാവുള്ളത് ഇല്ലാണ്ടവർ ചൊല്ലു മാത്രം. ഇത് അല്ലാഹു നിന്നിട്ട് കേൾക്കും, ഞങ്ങൾക്ക് അല്ലാഹു കേൾക്കും. എന്തുകൊണ്ട് അത്തരം ഒരു സൗകര്യമുള്ള ഒരു റായത്ത് നിന്നാറല്ലേ? നിങ്ങൾ ഫ്ലാറ്റ് തൊട്ടപ്പുറത്തുള്ള പള്ളിയിൽ ചിലപ്പോ ഖുർആൻ പഠിക്കുള്ള ഹലക്ക് അങ്ങാറുന്നത് ശ്രദ്ധിച്ചിട്ടേക്കണം. അങ്ങ് പഠിപ്പാട്ടെ ആൾമാർ ഉള്ള ഇൻഷാ അല്ലാഹു ഖൈർ തരട്ടെ. അപ്പൊ സഹോദരന്മാർ, ഇമാം ബുഖാരി അയാളുടെ 10ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കണം. ഇമാമിങ്ങൾ നിങ്ങളെല്ലാം എടുത്തു നോക്കും. ഇമാം ഷാഫി ആവട്ടെ, അല്ലെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആവട്ടെ, എത്ര വലിയ വലിയ എല്ലാവരും അയാൾ 10ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കിയാവട്ടെ. ആരത്തെ ഇമാമി അങ്ങനെ ഈ 10ാമത്തെ വയസ്സിൽ പിന്നെ ഒരു 10ാമത്തെ വയസ്സിൽ അയാളുടെ ഉമ്മ അതേപോലെ സഹോദര എല്ലാവരും ഒട്ടിക കൂടിയിട്ട് അങ്ങനെന്താക്കാറ് പിന്നെ മക്കത്തേക്ക് ഉംറത്തേക്ക് വേണ്ടിയിട്ട് ബണ്ടെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അയാൾ 16ാമത്തെ വയസ്സിൽ അങ്ങനെ ഹജ്ജിന് വേണ്ടിയിട്ട്, ഉംറത്തേക്കല്ല ഹജ്ജിന് വേണ്ടിയിട്ട് ഉമ്മ എല്ലാവരും ഒട്ടിക വേണ്ട. അങ്ങനെ ഹജ്ജിന് വേണ്ട സന്ദർഭത്തിൽ നമുക്കാണ് അയാൾ 16ാമത്തെ വയസ്സിൽ ആ ടൈമിലും അയാൾ 70,000 ഹദീസ് ഇമാം ബുഖാരിക്ക് മനപ്പാടെ അല്ലെ. പണ്ഡിതന്മാര് ചൊല്ലത് കാണാം. അങ്ങനെ ഈ 70,000 ചരിത്രമെല്ലാം കേൾക്കുമ്പോൾ പണ്ഡിതന്മാർ ചൊല്ലാർ ഇമാം ബുഖാരിയുടെ വിഷയത്തിൽ ഇമാം ബുഖാരി സഹാബിലങ്ങനെ ഒട്ടിക്കുന്നതിനെങ്കിൽ അള്ളാഹു വലിയ ഒരു ദൃഷ്ടാന്തമായിട്ട് കാട്ടും. അങ്ങനെ ചരിത്രത്തിൽ വേറെ ഒരു ഇമാമും ഇല്ലാത്ത ഒരു വലിയ പ്രത്യേകത ഇമാം ബുഖാരി 16ാമത്തെ വയസ്സിൽ 70,000 ഹദീസ് അയാൾ കാണാനിട്ട് ഗൊന്തിൽ ചൊണ്ടായിരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഈ 16ാമത്തെ വയസ്സിൽ നടക്കുന്ന ഒരു സംഭവം കാണാം. അയാൾ ഇന്ന് ബുഖാരത്തില് ഒരു വലിയ ഒരു ഇമാമിന്റെ ഒരു അറിയപ്പെട്ട ഇമാം അൽ ഇമാം അദ്ദാഖിലി പണ്ടത്തെ കാലത്ത് വലിയ ഒരു മുഹദ്ദിസായിട്ട്
അപ്പൊ ആ ഇമാം ദാഖിലിന്റെ ദർസുൽ എപ്പം ഇമാം ബുഖാരി നീക്കും മാത്ര എന്തും ഏറ്റവും ഇല്ല എല്ലാ കേട്ടതെല്ലാം അയാൾ എന്താക്കി ഹിഫ്ലാക്കി. ഇമാം ബുഖാരിയുടെ ചരിത്രത്തിൽ ഇമാം ബുഖാരി ചൊല്ലു, ഞാൻ ഏതെങ്കിലും ഒരു കിതാബ് ഓതുമ്പോ അനാവശ്യമായി ഈ ഫൽസഫ ഫിലോസഫിയ അല്ലെങ്കിൽ ഇൽമുൽ കലാം തർക്കശാസ്ത്ര അതെല്ലാം ಬಂದಿದ್ದು ನಾನು ಬೇಗ ನನ್ನ ಕಣ್ಣು ಮುಚ್ಚೋയി ഞാൻ. കാരണം അത് പഠിച്ചെങ്കിൽ നക്കതെന്താവും നക്ക് കാണാപ്പാടാവും നക്ക് മെമ്മറൈസ് ആവും. അപ്പൊ ഞാൻ എന്താക്കി അവിടെ ബന്ധാക്കി വെച്ചിട്ട് ഞാൻ എന്താക്കിയില്ല ഹദീസ് മാത്രം പഠിച്ചത്. അപ്പൊ ഈ ഇമാം ദാഖിലിന്റെ ദർസിൽ 16 വയസ്സിൽ ഇമാം ദാഖിലി ദർസിൽ ഒരു ഹദീസിന്റെ സനദ് ചൊല്ലും. ഇതിന്റെ സനദ് ചൊന്നെങ്കിൽ ഒരു ഹദീസ് നമുക്ക് എത്തിയതായ ആ പരമ്പര ആ ചെയിൻ കയറ്റിക്കും ഹദീസിന്റെ സനദ് ചൊല്ലും. അപ്പൊ ആ ഹദീസിന്റെ സനദില് അയാൾ ചൊല്ല് ഇബ്രാഹിം ചൊല്ലിന്റെ ആള് അബൂ സുബൈർ ചൊല്ലിന്റെ ആളിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് അങ്ങനെ സുഫിയാൻ അങ്ങനെ ഓരോ പേര് ചൊല്ലും. ഇമാം ബുഖാരി ചൊല്ലും ഇല്ല നിങ്ങൾ ചൊന്നത് തപ്പായിട്ടിരിക്കുക. അബൂ സുബൈർ ചൊല്ലിന്റെ ആൾ ഇബ്രാഹിമിൽ നിന്നിട്ട് ഹദീസ് ഉദ്ധരിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒട്ടിക്കുന്ന ആൾമാർക്ക് അല്ലെങ്കിൽ ആ സദസ്സിലോ ചെറിയ ചെറുക്ക ഇമാം ബുഖാരി 16 വയസ്സ് ആ സദസ്സിലെ വലിയ വലിയ ഇമാമിങ്ങളുള്ളാർ പിന്നെ അറിയപ്പെട്ടെങ്കിൽ ഇമാദൽ അൻസാരിനെ പോലത്തെ വലിയ വലിയ ഇമാമിങ് ആ സദസ്സിലുള്ളാർ. അപ്പൊ എല്ലാവർക്കും ഷോക്കായിട്ട് എന്താ ഈ ഒരു ചെറിയ ചെറുക്ക ഉസ്താദിനൊക്കെ ഉത്തരം. അപ്പൊ അങ്ങനെ നടല് ചർച്ച നടക്കരുത്. അപ്പൊ അയാള് ഇമാം ദാഖിലി എന്താക്കരുത് അയാൾ ഉള്ളിൽ പോയിട്ട് അയാളുടെ ഒറിജിനൽ കിതാബിൽ എന്തിനെ ഉള്ളിലിട്ട് നോക്കുമ്പോഴത്തേക്കും ഇമാം ബുഖാരി ചൊന്നത് നേരായിട്ടുണ്ട്, ഉസ്താദ് ചൊന്നത് തപ്പും, ശിഷ്യ ചൊന്നത് നേരായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ ചെറിയ വയസ്സിലെ ഇത്രയുമല്ല ശ്രേഷ്ഠത ഉള്ള ഇമാം ബുഖാരി അങ്ങനെ അയാളുടെ 16 വയസ്സിൽ മക്കത്തിലെത്തി. ഹിജറ 210 അയാളെത്തി. അങ്ങനെ ഹിജറ 210 ഹജ്ജ് കഴിഞ്ഞിട്ട് ഉമ്മയും അതേപോലെ സഹോദരവും ബുഖാരത്തേക്ക് തിരിച്ചു പോകുമ്പോൾ ഇമാം ബുഖാരി ചൊല്ലു 16 വയസ്സിൽ നാട് നിങ്ങളുടെ പള്ളിയിലായി അവിടെ വലിക്കുക അള്ളാഹു ദീൻ പഠിത്തവും നാവിടെ. അങ്ങനെ മദീനത്തെ മക്കത്തെ സീത അയാൾ എന്താക്കരുത് മദീനത്തിൽ ഒരേ ടൈമിൽ മക്കത്ത് നിൽക്കുക പിന്നെ അയാൾ മദീനത്തിൽ നോക്ക. ആ ചെറിയ വയസ്സിൽ നോക്ക ഇൽമു നേടുക ചൊല്ലത് എന്തേ അത് ഞങ്ങൾ വിചാരിക്കൽ അത്ര ഈസി അല്ല. ഇത് ഞങ്ങൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇൽമു പഠിക്കുമ്പോഴെങ്കിൽ ഒരു ചെറിയൊരു അവകാശം കിട്ടും കൂടെ എത്തിപ്പെടുക ചൊല്ലേണ്ടത് എന്തല്ല അത്ര ഈസി അല്ല. അത് അള്ളാഹുടെ വലിയൊരു തൗഫീഖ് വേണം. ಬೇರೆ ಬೇರೆ എന്തെಲ್ಲ ക്ലാസ് നിങ്ങൾ ദമാമിലെ മലയാളത്തിലാവട്ടെ ഉറുദുലാവട്ടെ ಬೇರೆ ಬೇರೆ ക്ലാസ് നടക്കും. നമുക്ക് ಗೊತ್ತಿല്ലാത്തതും അല്ലല്ലോ. അപ്പൊ ആ ക്ലാസ് എല്ലാം എത്തിപ്പെടും കേൾക്കും അതിലെല്ലാം ഞങ്ങൾ ഒരു ഭാഗ്യാവരെ ചൊല്ലത് അതൊരു തൗഫീഖ് ആയിട്ട് അത് വെറുതെ കിട്ടില്ല. അള്ളാഹു ദീനിന്റെ ഇൽമു ചൊല്ലത് നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ചിന്തിക്കണം അള്ളാഹുടെ ദീനിന്റെ ഇൽമു പഠിക്കുമ്പോൾ ഞങ്ങൾ എന്തൊരു ടൈം ഞങ്ങൾ സ്പെൻഡ് ആയിക്കണം. ഞാൻ എപ്പം ചൊല്ലുന്ന ഉദാഹരണം സൂറത്തുൽ ഫാത്തിഹ ഞങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞങ്ങളെ സൂറത്തുൽ ഫാത്തിഹ എങ്ങനെ കിട്ടും ഞങ്ങളൊന്ന് റെക്കോർഡ് ആക്കിയിട്ട് ഏതെങ്കിലും ഒരു ഉസ്താദിന് ഞങ്ങൾ കത്തി നോക്കാം ഞങ്ങളെ സൂറത്തുൽ ഫാത്തിഹത്തിൽ എത്ര മിസ്റ്റേക്ക് ഉണ്ട്. ഞങ്ങൾ 5 നേരം നിസ്കാരത്തിൽ പൂണയിൽപ്പെട്ട ആവർത്തിച്ച് ചൊല്ലതല്ലേ സൂറത്ത്. അത് എന്റെ ഒരു അനുഭവം ആണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഒരു ഉദാഹരണം ചൊല്ലി. എന്നാൽ സാധാരണ മക്കൾക്ക് തജ്വീദു ഫാത്തിഹ പഠിപ്പാട്ടെ ഒരാൾ ചൊല്ലുന്ന നിലയ്ക്ക് ഒരു വർഷം മുന്നൊരു മദീനത്തേക്ക് പോയപ്പോ അവിടെ ഒരു ഷെയ്ഖ് ഉണ്ട് തസ്ഹീഹിന്റെ ഷെയ്ഖ് അഥവാ അതിൽ അറിയപ്പെട്ട എനിക്കത്തെ ഒരു ഷെയ്ഖ് ആയിരിക്കും. അപ്പൊ അയാളുടെ മുട്ട സൂറത്തുൽ ഫാത്തിഹ മാത്രം അയാൾ കേൾക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ കേൾക്കുന്നത് അത് ആൾമാരെ കറക്റ്റ് ആക്കി കൊടുക്കും. അങ്ങനത്തെ ഒരു ഷെയ്ഖ് അയാളുടെ ഞങ്ങൾ പോയിട്ട് ചമ്മ പ്രാക്ടീസ് ആക്കിയിട്ട് അയാളുടെ ഞങ്ങൾ സൂറത്തുൽ ഫാത്തിഹ നാനണ്ട് ഓതിയപ്പോ ഓൾമോസ്റ്റ് 20 മിസ്റ്റേക്ക് ഫാത്തിഹ. അപ്പൊ ഞങ്ങൾ ചിന്തിക്കോളൂ നാ ചൊല്ലെ നാന് ഇന്ദ്രമാ ഉഷാറ് നിങ്ങൾ പിന്നെ ഉഷാറല്ലാണ്ടല്ലോ നാ ചൊല്ലത്. അപ്പൊ ഞങ്ങൾ തജ്വീദ് പഠിக்கிறവും പഠിപ്പാട്ട ആൾമാർക്ക് പോലും ഇത്തരം മിസ്റ്റേക്സ് വരുണ്ടായെങ്കിൽ ഞങ്ങൾ ഒരു നാൾ പൂണയിൽപ്പെട്ട ഓതിരെ സൂറത്തുൽ ഫാത്തിഹ ഞങ്ങൾ സഹോദരന്മാരെ ഞങ്ങൾ ചിന്തിച്ചിരമാണ് എന്റെ ഫാത്തിഹ ശരിയുണ്ടാ അല്ലെങ്കിൽ നാ ശരിയാക്കും. ചിലപ്പോ ഞങ്ങളെ മക്ക ചന്ത ഓതുവാറ് ഞങ്ങളെ നിസ്കാരം ഞങ്ങൾ ശരിയാക്കണ്ട. നാനൊന്നും പഠിച്ചിട്ടില്ല എന്റെ മക്ക പഠിക്കുന്നുണ്ടായിട്ടിരിക്കുന്നു ചില ആൾമാർ ചൊല്ലു. അത്ര സൂറത്തുൽ ഫാത്തിഹത്തിൽ ഞങ്ങൾ അങ്ങനെ ചൊന്നു മയ്യാവോ അള്ളാഹുടെ മുട്ട നമുക്കും വിജയിക്കണ്ടേ. സഹോദരന്മാർ ഇതെല്ലാം ഞങ്ങൾ ചിന്തിക്കണായിട്ടിരിക്കും. അങ്ങനെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു. അങ്ങനെ ഹിജാസിൽ 6 വർഷം ഇമാം ബുഖാരി പഠിച്ചിട്ട് മദീനത്ത് 6 വർഷം ഇമാം ബുഖാരി ഇസ്ഹാഖ് ബിൻ റാഹവൈഹി അല്ലെങ്കിൽ റാഹുവിയ ചൊല്ലിക്ക് അറിയപ്പെട്ട മുഹദ്ദിസൊട്ടി 6 വർഷം പഠിച്ചു. പിന്നെ ഇമാം ബുഖാരി ചൊല്ലു നാ പിന്നെ ഷാമുക്ക് പോയ മിസ്റുക്ക് പോയ അതേപോലെ തന്നെ ബസറത്തിന് 4 വട്ടം അങ്ങനെ ലോകത്തെ ഓരോ റായത്തും ഞങ്ങൾ ജാമ്യത്തിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ ഉസ്താദ് സ്വാദിഖ് മദീനി അയാള് ഒരു നാല് ക്ലാസ് ഒരു വലിയ വേൾഡ് മാപ്പ് കൊണ്ടുവന്നു.
അതില് ഇമാം ബുഖാരി ഇൽമു നേടുകു സഞ്ചരിച്ചെങ്കത്തെ ആ ഒരു റൂട്ട് മാപ്പ് ആയിട്ട് നമുക്ക് കാട്ടിത്തന്നു. ഇൻഷാ അല്ലാഹ് ആവശ്യമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്ക് കാണാം. അതിൽ ബുഖാരത്തിൽ ജീവിച്ചിട്ട് എവിടേക്ക് പത്ത് റഷ്യത്തെ സീത സൗദി അറേബ്യത്തേക്ക് പത്ത്, പിന്നെ അവിടെ മിസ്ർക്ക് പോയിട്ട്, അവിടെ ഷാമുക്ക് പോയിട്ട്, അവിടെ ഖുറാസാനുക്ക് പോയിട്ട്, അങ്ങനെ ഇങ്ങനെയെല്ലാം സഞ്ചരിച്ച് 50,000 കിലോമീറ്റർ എന്താക്കി ഇമാം ബുഖാരി അയാളുടെ ജീവനത്തിൽ അള്ളാഹുവിന്റെ ദീന് പഠിക്കും. 62-ാമത്തെ വയസ്സിൽ ഇമാം ബുഖാരി വഫാത്തായി മരിച്ചു. 16-ാമത്തെ വയസ്സിൽ തുടങ്ങിയത് അതിനിടയിൽ 50,000 കിലോമീറ്റർ ആയി സഞ്ചരിച്ചത്. അങ്ങനെ ഇപ്പൊ ഔത്ത കൂടെ എത്ര കിലോമീറ്റർ ആയിട്ട് ഒന്ന് കണക്കാക്കി നോക്കണം. അല്ലെ ഇങ്ങോട്ട് ജുബൈൽ ഒരു ക്ലാസ്സിൽ നമുക്ക് പോകണുണ്ടായി എത്ര കിലോമീറ്റർ ഉണ്ട്, ഒരു 50,000 കിലോമീറ്റർ ആവുമ്പോൾ ഞങ്ങൾ എത്ര പെട്ട ജുബൈലിൽ പോയി പറഞ്ഞു നമുക്ക് ചിന്തിച്ചു നോക്കി സഹോദരൻ. അപ്പൊ ഞങ്ങൾക്ക് 50,000 കിലോമീറ്റർ ഒരു ഇമാം ആയാലും ഒരു ഹദീസിക്ക് വേണ്ടിയിട്ട് ചില ഹദീസുകളിലെ 2,000 കിലോമീറ്റർ ആയാലും സഞ്ചരിച്ച ചരിത്രത്തിൽ നമുക്കാണ്. ഞങ്ങൾക്ക് ഒരു ഫാമിലി ക്ലാസ്സിക്ക് പറവു ഒരുമിച്ച് കൂടിയ ആൾമാരല്ല, ഇത് കേൾക്കുന്ന ആൾമാർക്ക് ചിലപ്പോൾ പറവു ആവാത്തല്ല, ശരിയായ ഉതിരില്ലങ്ങ പൊട്ടി. ഞങ്ങൾക്കൊരു ക്ലാസ്സിക്ക് പറവു ഫാമിലി റൊട്ടികൾ ഞങ്ങൾക്ക് വാരത്തിൽ ഒരേ നാൾ കിട്ടേ പുറത്തു പോകണല്ലേ, വേറെ ഏത് നാൾ പുറത്തു പോകണ്ടേ, ഇങ്ങനെയുള്ള കാരണമായിട്ട് ഞങ്ങൾ ആൾമാർ നിശ്ചയിക്കുന്നത്. വാരത്തിൽ ഒരു നാൾ കിട്ടുന്ന അവസരത്തെ പോലും ഞങ്ങൾക്ക് എന്താക്കുകാവില്ല. അള്ളാഹുടെ ദീന് പഠിക്കുക, ഉണ്ടെങ്കിൽ നാൾ പഠിക്കാൻ എല്ലാ നാളും എന്റെ സ്വാർത്ഥ ബിസിയിൽ നാണില്ല, ഉണ്ടെങ്കിൽ നാണൊന്ന് പഠിക്കാൻ ഞങ്ങൾക്ക് എന്താവില്ല, ഞങ്ങൾ തീരുമാനം. അവിടെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവൻ അയാൾ ഇത്രയും സഞ്ചരിച്ചൊരു ചൊന്തു ഞങ്ങൾക്ക് കാണുമ്പോൾ സാധിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അയാളുടെ ഈ ചരിത്രത്തെ വിശദീകരിക്കാൻ അയാൾ ചൊല്ലത് കാണാൻ എന്തിനാണ് ഇത്ര ആഗ്രഹം. അയാൾ ചൊല്ലു ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കും നീ അത്ര യൂസ് ആക്ക്. എങ്ങനെ യൂസ് ആക്ക്? ഒരു റുക്കൂര കൂലിയെങ്കും നിനക്ക് കിട്ടും, നീ അത്ര എന്താക്കും യൂസ് ആക്കുന്നത്. റുക്കൂര കൂലി ചൊന്നെങ്കിൽ അത്രയും ഒരു ചെറിയ കൂലി കിട്ടുമ്പോ വേണ്ടിട്ടെങ്കിൽ നീ എന്താക്കി ആ ടൈമിൽ യൂസ് ആക്കി. കാരണം എന്തേ? ചിലപ്പോ നിന്റെ മരണ നീ വിചാരിക്കാത്ത ടൈമിൽ ചിലപ്പോ നിക്കെന്താവും, നിന്റെ മരണം നിന്റെ മുട്ടബറും നീ വിചാരിച്ചിട്ടേക്കല. നക്ക് രോഗമൊന്നുമില്ല, എന്റെ കൊളസ്ട്രോൾ ഷുഗർ എല്ലാം നാണ് ചെക്കാക്കിറ, നാണ് പെർഫെക്റ്റ് ഇല്ല ചൊന്ന് വിചാരിക്കണ്ട. ഒരു രോഗവും ഇല്ലാണ്ട് എത്ര ആരോഗ്യമുള്ള ആൾമാർ മരിച്ചിരാറുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ ഇമാം ബുഖാരി മദീനത്തിലേക്കുമ്പോ ഹിജ്റ 212 മദീനത്തിൽ എത്തിയിട്ട് ഒരു 2 വർഷം കഴിഞ്ഞാൽ പിന്നെ ഇസ്ഹാഖ് ബിൻ റാഹവൈഹിയുടെ ദർസിൽ ഇമാം ബുഖാരി ഉണ്ട്. അപ്പൊ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി അത് 2 രൂപത്തിൽ റാഹുയ റാഹവൈഹി ചൊല്ലു ഹദീസിലെ മേഖലയിൽ എല്ലാവരും എന്തിനാക്കിറാറ് ഓരോ സംഭാവന ഇമാമിയും ആക്കിറാറ്. മാത്രം നമുക്കില്ലാത്തെങ്കിൽ നഷ്ടപ്പെട്ടു പോയിരിക്കത്തെ, അല്ലെങ്കിൽ നമുക്കില്ലാത്തെങ്കിൽ ഒരു ഹദീസിലെ മേഖല ആവശ്യമില്ലെങ്കിലത്തെ ഒരു സേവന ആവശ്യമുണ്ട്. എതിരെ ഇത്രയും കാല ഹദീസ് ഉദ്ധരിച്ചെങ്കിലത്തെ ഹദീസ് പണ്ഡിതന്മാരെ ഒരു ചരിത്ര ഉദാഹരണം, ഓരോ ഹദീസ് ഉദ്ധരിച്ചെങ്കിലത്തെ ഒരു റാവിക്ക് ഒരു ഹദീസ് ഉദ്ധരിച്ച ഒരു ഇമാം, അയാളുടെ ചരിത്രം അയാൾ എവിടെ ജനിച്ചത്, അയാളുടെ അബ്ബാറ് ഉമ്മാറ്, അല്ലെങ്കിൽ അയാളുടെ ജീവനത്തിൽ എന്തെങ്കിലും സംഭവിച്ച സംഭവം ഇല്ലെങ്കിൽ അത് കാരണം പിന്നെ പണ്ട് ആൾമാർക്ക് ഒരു അവലംബം അയാളുടെ ഹദീസ് സ്വീകരിക്കാമോ ഇല്ല എന്ന് അവലംബിക്കും. അങ്ങനെ ഇത് ആറാക്കുകാറ് ഇമാം ബുഖാരി ചൊല്ലും നാനാക്കുന്നത്. അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും മിമ്പറിന്റെ ഇടയിലുള്ള ആ ജാഗ അവിടെ വെച്ചിട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി താരീഖുൽ കബീർ ചൊല്ലിക്കത്തെ വലിയ കിതാബ് രചിച്ചു. ഒലിമ്പായിര ആൾമാരെ ചരിത്ര ആ ഒരു കിതാബിൽ ഇമാം ബുഖാരി ക്രോഡീകരിച്ചു. ചെറിയ വയസ്സ് എത്ര? മദീനത്തിൽ എത്തിയത് 16-ാമത്തെ വയസ്സിൽ 2 വർഷം കഴിഞ്ഞിട്ട്, അഥവാ അയാളുടെ 18-ാമത്തെ വയസ്സിലായിരുന്നു തുടങ്ങുന്നത്. ഒലിമ്പായിര ആൾമാരെ ചരിത്രം. അങ്ങനെ ഈ കിതാബ് രചിച്ചിട്ട് അയാളുടെ ഒരു ആഗ്രഹിച്ചൊന്നൊരു ക്ലാസ്സിൽ നാളത് ആഗ്രഹിച്ചു. അങ്ങനെ കൊണ്ടുപോയിട്ട് ഉസ്താദിട്ട് കൊടുക്കും. ഉസ്താദ് ചൊല്ലി ഇത് സിഹറുൻ സിഹറുൻ, ഇത് യന്ത്രമോ ഒരു മനുഷ്യരാവാത്തെങ്കിൽ ഒരു സിഹറായിട്ടിരിക്കരുത്. അത്രയും അത്ഭുതമായിട്ട് ഉസ്താദ് സ്വീകരിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ. ആ ചെറിയ വയസ്സിൽ അയാൾ രചിച്ചെങ്കിൽ വീണ്ടും ഹദീസിന്റെ മേഖലയിൽ അധ്വാനിക്കുന്ന പണിയെടുക്കുന്ന ആൾമാർ അവലംബിക്കുന്ന കിതാബായിട്ട് ഇമാം നാസിറുദ്ദീൻ അൽബാനിയെ പോലത്തെ പണ്ഡിതന്മാരെല്ലാം അവലംബിച്ചെങ്കിൽ ഒരു കിതാബായിട്ട്. അങ്ങനെ 6 വർഷം അയാൾ മദീനത്ത് ജീവിക്കും. 6 വർഷമായിട്ട് മദീനത്തിൽ 4 വർഷം. അതിൽ പിന്നെ അയാൾ ബസറത്തേക്ക് പോണ്ടു, പിന്നെ കൂഫത്തേക്ക് പോണ്ടു.
അങ്ങനെ പിന്നെ ബഗ്ദാദിന് പോകുന്നു. ഓരോ റായത്തുക്കും അയാൾ പോകുന്നു. ബഗ്ദാദ് അയാൾ എത്തിയപ്പ ബഗ്ദാദ് അണ്ട് അബ്ബാസിയാക്കന്മാർ ഭരിച്ചോയുന്ന കാലഘട്ടം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലത്തെ വലിയ വലിയ ഇമാമിങ്ങള ഉള്ളേ ഒരു കാലഘട്ടം. അങ്ങനെ അവിടെ പോയപ്പോ ഇമാം അഹ്മദ് ബിൻ ഹംബൽഗല്ല ഭാരി ഖുഷിയാവും. കാരണം അഹ്ലുസുന്നത്തെ ഇമാമിങ്ങ അങ്ങ് പരസ്പര എപ്പോഴും ഇഷ്ടപ്പെടുന്ന പരസ്പര മനസ്സിൽ ഇഷ്ടമുള്ള ആൾമാർ അങ്ങനെ ഇട്ടിക്കാറ്. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽഗല്ല ഭാരി ഖുഷിയാവും. അങ്ങനെ ബഗ്ദാദിൽ ഇമാം ബുഖാരി ಬಂದರು ಅಂತ ಎಲ್ಲರಿಗೂ ಗೊತ್ತವರು. എല്ലാരും ഇമാം ബുഖാരിയുടെ മജ്ലിസിൽ ಬರುತ್ತಾರೆ. ಬೇರೆ അവിടെ ಇನ್ನೆಂಕೆತ್ತೆ ಬೇರೆ ಕೊರೆ ಹದೀಸ್ ಪಂಡಿತന്മാരെ ಮಜ್ಲಿಸ್ ಅಲ್ಲಂದವರು ಕುರುಡಿಯಾಗುತ್ತಾರೆ. ಅಪ್ಪ ಅಂಕಲ್ಲ ഇമാം ബുഖാരിയൊട്ടിಗೆ ഒരു നഞ്ചി ഒരു അസൂയ തുടങ്ങും. ദണ്ഡേ ഉണ്ട് ഉണ്ടെന്ന് തുടങ്ങുന്നില്ല, ദണ്ഡത്തെ കാലത്തെ ഉള്ളതെറ്റിക്കും. അങ്ങനെ ഇമാം ബുഖാരിയൊട്ടിಗೆ ഒരു അസൂയ തുടങ്ങുന്നു. അങ്ങ ഭരണാധികാരിയൊട്ടിಗೆ അബ്ബാസിയ ഭരണാധികാരിമാരൊട്ടിಗೆ ഇമാം ബുഖാരിയുടെ വിഷയത്തിൽ കംപ്ലൈന്റ് ആക്കണം. അങ്ങനെ ഇമാം ബുഖാരി എന്താക്കരും ആ റായ കൊടുക്കും. ഒരു വലിയ ഫിത്തന അങ്ങ് പോയിട്ട് രാജാക്കന്മാരട്ടെ കംപ്ലൈന്റ് ആക്കാറ്. അത് ഇമാം ബുഖാരിക്ക് ചില പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. അതൊരു വലിയ ചരിത്രം പോണ്ടിരുന്നു. അപ്പൊ നോക്കൂ, ഇമാം ബുഖാരി ജീവനത്തിൽ ഒരു വലിയ ഫിത്തന ബന്ധ അയാൾ പഠിக்கிறവിടെ. അപ്പൊ ഇമാം ബുഖാരി എന്തിനു ചൊന്നില്ല, ಏನು ನಾನು ಒಂದು ಮಾತು ಇತರ ನಲ್ಲದಾಕಿ ಆಲ್ಮಾರ್ ಗಾವಿಲ್ಲ ನಾನು ಪೋಂಡೇಟಲ್ಲ ഇമാം ബുഖാരി അവിടെ സീദാ ഷാമുക്ക് പോകും. അവിടെ സീദാ ഷാമുക്ക് പോട്ടെ. അതോ ഇന്ന് ഫലസ്തീൻ ഗസറിലുള്ള ആ ഒരു ഷാമുക്ക് ഇമാം ബുഖാരി പോകും. ഡിപ്പാർട്ടറല്ല അവിടെ നെക്സ്റ്റ് ബ്രാരറായത്തേക്ക് പോകണ്ടേ. അങ്ങനെ ഷാമുക്ക് പോയിട്ട് അവിടെ പിന്നെ അവിടെയും അതേപോലെ ചില പ്രോബ്ലം ആവും. അങ്ങനെ പിന്നെ നൈസാബൂർക്ക് പോകുന്നു. നൈസാബൂർ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റായ. അങ്ങനെ നൈസാബൂർക്ക് എത്തിയപ്പോ അവിടെയും ഇതേപോലെ സംഭവിച്ചത്. എല്ലാരും ഇമാം ബുഖാരിയുടെ മജ്ലിസിക്ക് കൊണ്ട്. കാരണം ഇമാം ബുഖാരി ഇങ്ങനെ ഒരു 16 വയസ്സിൽ 7000 ഹദീസ് സനദടക്കം പഠിച്ച ഒരു ഇമാം. അപ്പൊ എല്ലാരും ഇമാം ബുഖാരിയുടെ മജ്ലിസിക്ക് കൊണ്ടാണ്. അവിടെയും ചില ആൾമാർ ഫിത്ന ഉണ്ടാക്കാറ്. അവിടെയും ഇമാം ബുഖാരി ബദൽ പോകും. ഇതല്ല അയാളുടെ ജീവനത്തിൽ പണ്ട് അനുഭവിക്കുന്ന ഫിത്ന. ഇവിടൊന്നും അയാൾ എന്താക്കില്ല. ഇന്ന് നല്ല റായത്ത് ചില ആൾമാർ ഉള്ളാറ്. എന്തെങ്കിലും അങ്ങനെ നല്ല സ്വറാക്കിற ആൾമാർ, ദഅവാ രംഗത്തും എല്ലാം പണിയെടുക്കുന്ന ആൾമാർ. അങ്ക് എന്തെങ്കിലും ആരെങ്കിലും ചെന്ന പള്ളിയുടെ കമ്മിറ്റിയിലേക്ക് പോകാൻ നല്ല സ്വറാക്കിற ആൾമാർ. ആരെങ്കിലും എന്തെങ്കിലും ദൂരെങ്കിൽ നാനിനി പള്ളിയുടെ സ്വറന്തുമാക്കില്ല, എത്ര ആക്കിയെങ്കിലും ഇൻകിത്, എത്ര ആക്കിയിട്ടും കാര്യമില്ല, ഇങ്ങനെയുള്ള ചൊന്ന് ദൂരം കൊണ്ട് ആൾമാർ. നമുക്ക് വലിയ പാട്ടുണ്ട്. എത്രയുള്ള ജീവിതത്തിൽ അനുഭവിച്ചിട്ടും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ബദലായി പഠിക്കും. അങ്ങനെ ലാസ്റ്റ് അയാളുടെ സ്വന്തം റായത്തുക്ക് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി എത്തുക ചൊല്ലി നമുക്ക് കാണുന്ന സാധ്യത. അങ്ങനെ ഇങ്ങനെയല്ല നമുക്ക് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണുന്ന സാധ്യത. അപ്പൊ സഹോദരന്മാരെ, ആ ഒരു ചെറിയ ഒരു കാലഘട്ടത്തിലെ ഇത്രയും വലിയ ഒരു ഹദീസ് പണ്ഡിതാവും അല്ലെങ്കിൽ ഹദീസിന്റെ വിഷയത്തിൽ അയാള് എത്തിപ്പെട്ടതായിരുന്നു. അയാളെ ഫസ്റ്റ് പോലെ ഉമ്മർ ഒരു ദുആ ആയിട്ടിക്കറ് ജണ്ട് അള്ളാഹുവിന്റെ ദീന് പഠിക്കുക അയാൾ എടുത്തെത്താൻ തീരുമാനമായിട്ടിരിക്കും. പിന്നെ നമുക്ക് ഇമാം ബുഖാരിയുടെ ചരിത്രത്തിൽ കാണാം. അയാള് ബസറത്തേക്ക് ഓർക്ക് എത്തിയപ്പോൾ ഇമാം ബുഖാരിയുടെ ജീവനത്തിലുള്ള അയാളുടെ ആ ഹദീസിന്റെ വിഷയത്തിലുള്ള ഇൽമുനെ നമുക്ക് കാട്ടി തന്നിരിക്കുന്ന ഒരു സംഭവം. ഇമാം ബുഖാരി ബസറത്തേക്ക് എത്തിയപ്പോ അയാളുടെ കൊറിയ പണ്ഡിതന്മാർ അയാളുടെ ക്വസ്റ്റ്യൻ ആക്കി തീരുമാനിക്കുക. അയാളുടെ ഒരു എക്സാം അല്ലെങ്കിൽ അയാളുടെ പരീക്ഷയ്ക്കൊക്കെ തീരുമാനിക്കുക. അങ്ങനെ 100 ഹദീസ് എടുക്കുക. ആൾമാരെല്ലാം ഒരുമിച്ച് കൂട്ടുறாரு. കാരണം ഇയാള് എല്ലാരും ഇമാം ബുഖാരി ബന്ത് ചൊന്ന് ഇയാളുടെ ഇങ്ങനെ പ്രൈസ് ആക്കുമ്പോൾ നമുക്ക് സഹിക്കമാവും. അപ്പൊ ഒരു 10 ആൾമാർ പണ്ടാറ് എല്ലാരെയും ആ റായത്തങ്ങളെല്ലാം നിപ്പാട്ടിട്ട് 10 ആൾമാർ ഓരോരുത്തരും 10 ഹദീസ് എടുക്കാറ്. അങ്ങനെ 100 ഹദീസ്. അങ്ങനെ എന്താക്കാറ്, ആ ഹദീസിന്റെ സനത് മൊത്തം സനത് ചൊന്നെങ്കിൽ ഹദീസിന്റെ ചെയിൻ ഓരോ നബിയിൽ നിന്നിട്ട് ഇമാം ബുഖാരിയിൽ നിന്നിട്ട് നബിത്തോൾ എത്രയെങ്കിൽ ആ ഹദീസിന്റെ ചെയിൻ കെട്ടിക്കുന്ന സനത് ചൊല്ലും. മത്തിന് ചെന്നെങ്കിൽ ആ ഹദീസ് ഇന്നമല്ല അമാലു ബിന്നിയാ അത് ഹദീസിന്റെ മത്തനായിരിക്കും. അപ്പൊ അതിനെന്താക്കാറ്, സനത് ചേഞ്ച് ആക്കണം. സനതും ഹദീസും എന്താക്കാറ് അപ്പുറം ഇപ്പുറം ആക്കിയിട്ട് അങ്ങനെ ഓൾറെഡി പ്ലാൻ ആക്കിയിട്ട് പറഞ്ഞിട്ട് ഇമാം ബുഖാരിയുടെ ഫസ്റ്റ് താല് 10 ഹദീസ് ചൊല്ലും. നിങ്ങൾ ഈ ഹദീസ് കേട്ടറാറാക്കി ഇമാം ബുഖാരി ചൊല്ലും നമുക്ക് കൊടുക്കില്ല. രണ്ടാമത്തെ ആള് 10 ഹദീസും ചൊല്ലും. ഇതേപോലെ സനത് ചേഞ്ച് ഇമാം ബുഖാരി ചൊല്ലും നമുക്ക് കൊടുക്കില്ല. അപ്പൊ കൂടിയ ആൾമാരുള്ള ഷോക്ക് ആവുക. 7000 ഹദീസ് പഠിച്ച ആള് അയാൾക്ക് ഒരു 10 ഹദീസ് കൊടുക്കില്ല. എല്ലാവർക്കും ഷോക്ക്. മൂന്നാമത്തെ അങ്ങനെ 10 ആൾമാരും എന്താക്കാറ് ഇതേപോലെ ഹദീസിനെ ചേഞ്ച് ആക്കി. ആൾമാർക്കെല്ലാം ഷോക്ക്. അയെങ്കിൽ ഈ എക്സാം ആക്കിയ ആൾമാർക്ക് പരീക്ഷിച്ച ആൾമാർക്ക് ಗೊತ್ತಾಯ್ತು ഇതൊരു ഇമാമായിട്ട്. പിന്നെ ഇമാം ബുഖാരി എന്താക്കറ് അങ്ങ് 10 ആള് ചൊന്ന ആ 100 ഹദീസിനെയും അതിൽ യഥാർത്ഥ സനതോടുകൂടി അങ്ങ് എന്താക്കറ് ചൊല്ലിക്കൊടുക്കും. ഇമാം ബുഖാരിയുടെ ചരിത്രത്തിലാണ്. അതോടുകൂടി ഷാമിലുള്ള ആൾമാർ ബസറത്തുള്ള ആൾമാർ
ഇമാം ബുഖാരിയുടെ വലിയ ഒരു ഇമാമായിട്ടാണ് അംഗീകരിക്കുന്നത്. പിന്നെ നമുക്ക് ചരിത്രത്തിൽ കണ്ടത് അയാള് പിന്നെ അയാളുടെ ഇൽമിയായ എല്ലാ സംഭാവനയും ഉണ്ടാക്കിയത് ഈ ബസറത്തിൽ വെച്ചിട്ടായിട്ട് തിരിച്ചെടുത്തു നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരി രചിക്കുക ഇതേപോലെ ഒരു കാരണവും രണ്ട് കാരണമായിട്ട് നമുക്ക് ചരിത്രത്തിൽ കണ്ടു. ഒന്നും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു നാല് കിനാവ് കണ്ടു. സഹോദരന്മാർ, ഈ ഇമാം ബുഖാരി ഇത്രയുള്ള ചരിത്ര നാണ് ചൊന്നെന്തെങ്കിലും ചില ആൾമാരുള്ള ഇമാം ബുഖാരിക്കും സഹീഹുൽ ബുഖാരിക്കും ഒരു ബലയുമില്ലാത്ത ചില ആൾമാർ, ഈ ഹദീസ് ബുഖാരിയിൽ ഉണ്ടെങ്കിൽ ഒരു ബലയും കൽപ്പിക്കാത്ത ആൾമാർ. അതിനെ കാരണമല്ല ഇൻഷാ അല്ലാഹ് നാം വിശദീകരിക്കാം. അപ്പൊ നോക്കൂ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു നാൾ ഒരു കിനാവ് കണ്ടു. എന്തിനാ കിനാവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇമാം ബുഖാരിയും ഒಟ್ಟಿಗೆ നടന്നുകൊണ്ട് നമുക്ക് ಗೊತ್ತುಂಟು ಅಹ್ಲು ಸುನ್ನತರ ಅಕೀದ ವಿಶ್ವಾಸ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ നമുക്ക് കിനാവുലു കാണുക സാധ്യത ഉണ്ട്. മീനിങ്ങളായ ആൾമാർക്ക് നബി തങ്ങൾ എന്താവാ കിനാവുൽ കാണ ആർക്കത് കാണ്ട് ആ നബി തങ്ങൾ വിശേഷനല്ല, ആ ഷമായിൽ നബി തങ്ങളെ മുടി താടി ಎಲ್ಲ ഹദീസിലെല്ലാം വിശദീകരിക്കപ്പെട്ടു. അതെല്ലാം പഠിച്ച ഒരാൾക്ക് ചിലപ്പോ എന്താവും നബി തങ്ങളെ കാണും. അപ്പൊ നബി തങ്ങളെ യഥാർത്ഥ രൂപത്തിൽ ഒരാൾ വന്നെങ്കിൽ പിന്നെ അതെന്തല്ല, അത് ശൈത്താനല്ല. വേറെ ഒരാൾക്ക് വന്നിട്ട് നാണ് നബിയിട്ട് വേണമെങ്കിൽ ചൊല്ലും, അതല്ല. നബി തങ്ങളെ യഥാർത്ഥ രൂപത്തിൽ വന്നിട്ട് ശൈത്താനുകൾ എന്താവില്ല. പിന്നെ ശൈത്താനലുബി നന്റെ രൂപത്തിൽ ശൈത്താനുകൾ എന്താവില്ല ബറു. അപ്പൊ അഹ്ലു സുന്നത്തിൽ അക്കീദായിട്ട് നബി തങ്ങൾ എന്താവും കിനാവുൽ കാണ്ടി. അതിനെതിരെ വിഷയത്തില് ഞങ്ങളെ റായത്തുള്ള ആൾമാരെ എന്താക്കാറ്, ചില ഉസ്താദുമാർ മങ്കാക്കാറ്. നിങ്ങൾ അങ്ങനെ ആക്കിയെങ്കിൽ നിങ്ങൾക്ക് നബിരെ കാണ്ടി, ഇങ്ങനെ ആക്കിയെങ്കിൽ നബിരെ കാണ്ടിട്ടുള്ള ചൊന്തു അവിടെ അയാള് നബിരെ കണ്ടു, ഇയാളെ നബിരെ കണ്ട് ചമ്മ ഇന്നതും ഇല്ലാത്തതുമായ സ്റ്റോറിയുള്ള ചൊന്തു ആൾമാരെ മങ്കാക്കുന്നത് എന്താവും ഞങ്ങൾക്ക് കണ്ടു. അവിടെ ഞങ്ങൾ പഠിക്കുള്ളൊരു 10 വർഷം മുന്നോളൂ ഇങ്ങനത്തെ നബിരെ കാണ്ട സ്റ്റോറി യാരും ഞങ്ങൾ കേട്ടിരുന്നു. 10 or 5 വർഷമുള്ള മുന്നോളി വാട്സപ്പെല്ലാം തുടങ്ങിയ കാലത്ത് ഞങ്ങൾക്കെല്ലാം ചിലപ്പോ കൊന്തി നബിരെ കണ്ട് ഇന്നാള് നബിരെ കണ്ടെത്തി, ഇന്ന ആചാര്യ നബിരെ കണ്ടെത്തി ഉള്ള ചൊന്തു. ഇപ്പൊ ഞങ്ങളെ റായത്തുള്ള വലിയ ഭൂരിഭാഗം മുസ്ലിമീങ്ങളെ വിശ്വാസിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അണ്ട് നബിരെ കണ്ടെത്തി ഇന്നാള് നബിരെ കണ്ടെത്തി ചൊല്ല ആൾമാരെ ഉണ്ട് ചൊല്ലത് നബിരെ കാണുന്നുണ്ടായിക്കൊണ്ട് ആലിമാവുന്നുണ്ട്. അലിമായ ആൾക്ക് മാത്രം എന്തിനെ കാണുക സാധ്യവരെ നബിരെ കാണുക സാധ്യത. അപ്പൊ 5 വർഷം മുന്നോളൂ എത്രമാ ആചാര്യന്മാർ അല്ല സാധാരണ ആൾമാർ നബിരെ കണ്ടത്. കണ്ടത് പിന്നെ ആരെ കണ്ടത്? അത് ചിന്തിക്കുന്ന ആൾമാർക്കുള്ള എനിക്കത് ദൃഷ്ടാന്തായിട്ട് അതൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചൊന്നു. അപ്പൊ ഏതായെങ്കിലും ഇമാം ബുഖാരി നബിരൊട്ടിಗೆ നടക്കുന്ന ഒരു കിനാവ് കാണും. എന്തിനാ നബിരൊട്ടിಗೆ നടക്കുമ്പോഴത്തേക്കും നബി കാൽ വെച്ച് അതേ ജാഗയിൽ ഇമാം ബുഖാരി കാൽ വെക്കും. നബി മുന്നോട്ട് നടന്നുകൊണ്ടു ഇമാം ബുഖാരി പെറത്തു. നബി എവിടെയുള്ള കാൽ വെക്കറ അവിടെയുള്ള ഇമാം ബുഖാരി കാൽ വെച്ചു. മാത്രമല്ല നബിരെ മുട്ട ബണ്ടതായ എന്തിനെല്ലാം ധൂളു അതേപോലെ പാത്ത അതിലെല്ലാം ഇമാം ബുഖാരി എന്താക്കിയുണ്ട് ഇങ്ങനെ തട്ടിയുണ്ട്. ഇങ്ങനെ ഒരു കിനാവ് ഇമാം ബുഖാരി കണ്ടു. അങ്ങനെ അയാളുടെ ഉസ്താദിട്ട് പോയിട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു, ഞാൻ ഇങ്ങനെ ഒരു കിനാവ് ഞാൻ കണ്ടത്. അത് ഇമാം ബുഖാരിയുടെ 10ാമത്തെ വയസ്സിൽ മദീനത്തിൽ കൊണ്ടു. അപ്പൊ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്താദ് ചൊല്ലു, നീന് അള്ളാഹുടെ റസൂലിനെ സ്വഹാബിമാരെ സംരക്ഷിച്ചതുപോലെ, ശത്രുമാരിൽ നിന്നിട്ട് സ്വഹാബിമാരെ സംരക്ഷിച്ചതുപോലെ അള്ളാഹുടെ റസൂലിന്റെ സുന്നത്തിനെ നീ സംരക്ഷിക്കുക ചൊല്ലേക്കുള്ള ഉദാഹരണം അതായിട്ടിക്ക് നീ എന്താക്കിയത് കിനാവ് കണ്ടു. ഇതേപോലെ ഒരു കിനാവ് എനിക്ക് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവനത്തിൽ കാണാം. ഷെയ്ഖ് അൽബാനിയുടെ ജീവന കാലഘട്ടത്തില് ഫോണില് അയാൾക്ക് ഒരു വ്യക്തി മെസ്സേജ് കോൾ ആക്കുക ഫോണിൽ. വീണ്ടും യൂട്യൂബിൽ നിങ്ങൾക്ക് പിന്നെ ദ ഡ്രീം ഓഫ് ഇമാം അൽബാനി അങ്ങനെ എന്തെങ്കിലും അടിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ ചിലപ്പോ കാണും. ഒരാൾ കോൾ ആക്കുക, അയാൾ കോൾ ആക്കിയിട്ട് അയാൾ കണ്ട കിനാവ് ഒരു ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടാള് ഒട്ടിക കിനാവ് കണ്ട ഒരാള് ഷെയ്ഖ് അൽബാനിക്ക് കോൾ ആക്കുന്നത്. നമുക്ക് അതിൽ കാണാം സംഭവം കേട്ടാൽ പിന്നെ ഷെയ്ഖ് അൽബാനി ബുൾപുട്ടിട്ട് കാണാം. വീഡിയോത്തിൽ നമുക്ക് ബുൾപുട്ടിട്ടു അയാൾ അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ട് പോകുന്നു. അള്ളാഹു. അപ്പൊ ഷെയ്ഖ് അൽബാനിയും അതേപോലെ ഈ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുടെ റസൂലിന്റെ ഹദീസിന് വേണ്ടിയിട്ട് പണിയെടുത്ത് ഒരു വലിയ ഇമാമായിട്ട് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി. അപ്പൊ ഇമാം ബുഖാരി ഉസ്താദ് ചൊല്ലു, അപ്പൊ നിക്ക് ആ സദസ്സിൽ ചൊല്ലു, അള്ളാഹുടെ റസൂലിന്റെ സ്വഹീഹായ ഹദീസ് മാത്രം ക്രോഡീകരിച്ചിരിക്കുന്ന ഒരു കിതാബ് എന്തുകൊണ്ട് നിങ്ങൾക്ക് രചിച്ചുകൂടാ? കാരണം അന്നത്തെ കാലത്ത് വലിയ വലിയ കിതാബുണ്ട്. ഉദാഹരണത്തിന് ഇമാം മാലിക്കിന്റെ മുവത്ത ഉണ്ട്, അതേപോലെ മുസ്നദ് അഹ്മദ് ഉണ്ട് റഹിമഹുല്ലാ. ഇതെല്ലാം അന്നത്തെ കാലത്ത് മാത്രം. അതിലുള്ള പ്രത്യേകത അതിൽ സ്വഹീഹും ദഈഫും എല്ലാം ഉണ്ടത്. അപ്പൊ ഇമാം ബുഖാരിയുടെ ഉസ്താദ് ചൊല്ലുന്ന സ്വഹീഹ് മാത്രം ക്രോഡീകരിച്ചിരിക്കുന്ന ഒരു കിതാബ് എന്തുകൊണ്ട് നിങ്ങൾക്ക് രചിക്കുകയാവില്ല ചൊന്നപ്പ ഇമാം ബുഖാരി ചൊല്ലുന്നത് നാണ്
ആ കിതാബ് രചിക്കാൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആ സംഭവത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. കൂടെ സഹോദരന്മാരെ, ഞങ്ങളെ കൂട്ടത്തില് ചിലപ്പോ ഞങ്ങളെ മക്കളായിട്ടിക്കും, അല്ലെങ്കിൽ ഞങ്ങളെ നെയ്ബേഴ്സ് ആയിട്ടിക്കും, ഞങ്ങളുമായി ബന്ധപ്പെട്ട നല്ല അള്ളാഹുരെ ദീനുക്ക് വേണ്ടിയിട്ടാ അല്ലെങ്കിൽ ദീനിയായ വിഷയത്തിലായുള്ള ഇടപെട്ടിരുന്നവർക്ക് ബാലക്കാരെന്നാണ് ചിലപ്പോ ഞങ്ങളെ ഒരു പലക്കമയ്യാവും അങ്ങ് ദീനര വിഷയത്തിൽ എന്തെല്ലാം പണിയെടുക്കുക റെഡിയാവും. ഞങ്ങളെ ഒരു ചെറിയ ഒരു പലക്ക അല്ലെങ്കിൽ ഞങ്ങളെ ഒരു ചെറിയ പ്രോത്സാഹനം, ഞങ്ങളൊരു ചെറിയ ഒരു എൻകറേജ്മെന്റിന്റെ ഞങ്ങൾ എന്താവാറ് അങ്ങ് അള്ളാഹുടെ ദീനുക്ക് വേണ്ടി വലിയ വലിയ ത്യാഗാക്കും സാധിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഇമാം ബുഖാരി ഉസ്താദ് ഒരു ചെറിയ പലക്കായിട്ട് ഇമാം ബുഖാരി 16 വർഷ സഹീഹുൽ ബുഖാരി രചിക്കുക വേണ്ടിയിട്ട് ഇമാം ബുഖാരി ചെലവഴിച്ചു. 1-2 വർഷം, 16 വർഷം. ഇമാം ബുഖാരിക്ക് 1,00,000 അത് ആ നമ്പറിന്റെ വിഷയത്തിൽ ചില ചർച്ചകളുള്ളൂ. 5 ലക്ഷം 2 ലക്ഷം എന്ന പണ്ഡിതന്മാരുള്ളത്. ഏതായെങ്കിലും അത്രയും ഹദീസ് ഇമാം ബുഖാരിക്ക് കാണാണ്ട് കൊണ്ടുവന്നിട്ട് സഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി കൊണ്ടുവന്നത് 7,000 ചില്ലറ ഹദീസ് മാത്രം. എന്തുകൊണ്ടിട്ടും ആ 7,000 ചില്ലറ അല്ലാത്ത എല്ലാ ഹദീസും ദഈഫുണ്ട് അല്ല, അതിൽ സഹിയായതും മാത്ര. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്താക്കിയിട്ട് അയാൾ ചില പ്രത്യേകമായ ചില നിബന്ധന വെച്ചിട്ട് ഒരു ഹദീസ് സഹിയാവുന്നുണ്ടായെങ്കിൽ ഹദീസിലെ പണ്ഡിതന്മാർക്കിടയിൽ കുറെ നിബന്ധന ഉണ്ട്. അഥവാ അത് ചെമ്മനാണ് ഡീപ്പായിട്ട് പഠിക്കും ചൊല്ലില്ല, ചില നിബന്ധന. അതിൽ ഹദീസ് പണ്ഡിതന്മാർ ഒരു നിബന്ധന ഇട്ടിക്കല് ഹദീസ് ഉദ്ധരിക്കുന്ന 2 റാവിമാർ അഥവാ ഒരു അബ്ദുറഹ്മാൻ ചൊല്ലാറും ഇബ്രാഹിം ചൊല്ലാറും ഹദീസ് ഉദ്ധരിക്കണമെങ്കിൽ ഇങ്ങ 2 ആളും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചെന്നാവുന്നു. 2 ആള് വേറെ വേറെ കാലഘട്ടത്തിൽ ജീവിച്ചെങ്കിൽ പരസ്പര ഹദീസ് ഉണ്ടാക്കുകയില്ല, ചൊല്ലുകൊടുക്കുകയില്ല. അങ്ങനെ വേറെ വേറെ കാലഘട്ടത്തിൽ ജീവിച്ച് 2 ആൾ ഒട്ടിക്ക് ബന്ധെങ്കിൽ ആ ഹദീസിലെ പണ്ഡിതന്മാർ എന്താക്കാറ് ദൂരം വയ്ക്കാറ്. ഇത് അന്നത്തെ കാലത്തുള്ള എല്ലാ ഇമാമിങ്ങവും ഹദീസ് സഹീഹാവുക സ്വീകരിച്ചെങ്കിൽ തീരുമാനം. ഇമാം ബുഖാരി ചൊന്നത് അത് മയ്യാവില്ല. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിക്ക് ഇമാം ബുഖാരി ഒരു കണ്ടീഷൻ ആഡ് ആക്കി അയാൾ ചൊല്ലുത്തു ഇങ്ങ 2 ആളും ഒരേ കാലഘട്ടത്തിൽ ജീവിക്കണം, ഇങ്ങ 2 ആളും പരസ്പര കണ്ടുമുട്ടിപ്പിക്കണം. 2 ആളും പരസ്പര കണ്ടുമുട്ടിയേക്ക് എന്തിനു വേണം? പ്രൂഫ് വേണം. അങ്ങനത്തെ ഹദീസ് മാത്രം എവിടെ ഇമാം ബുഖാരി കൊണ്ടുവന്നേ? സഹീഹുൽ ബുഖാരി കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, ഞങ്ങളോട് ചിന്തിച്ചു നോക്കും. ആ ബുഖാരിയുടെ ഹദീസ് അത് നാണ് ബൈച്ചര നക്കാ ഹദീസ് വേണ്ട ചൊല്ല ആൾമാരുടെ അവസ്ഥ നോക്കും. ഒരു ഹദീസ് സ്വീകരിക്കും 2 ആളും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചെങ്കിൽ മയ്യാവും ചൊല്ലത് അന്നത്തെ കാലത്ത് എല്ലാ ഇമാമിയും അംഗീകരിച്ചത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അടക്കമുള്ള പണ്ഡിതന്മാർ ഇമാം ബുഖാരി കതുമയാവും 2 ആൾ എന്താ ഉണ്ട്? പരസ്പര കണ്ടുമുട്ടിട്ടുണ്ട്. അങ്ങനെ പരസ്പര കണ്ടുമുട്ടുന്നത് മാത്രമല്ല, അങ്ങനെ കിട്ടിയ ഒരു ഹദീസ് ഒരു 2000 കിലോമീറ്റർ സഞ്ചരിച്ച ഒരു ചരിത്രം ചൊന്നല്ലേ. ആ 2000 കിലോമീറ്റർ ഇമാം ബുഖാരി സഞ്ചരിച്ചു കൊണ്ട് ഒരു ഹദീസിന് വേണ്ടിയിട്ട് അതിന്റെ റെഫറാക്കും അല്ലെങ്കിൽ ആ ഹദീസിനെ ഒരു പിന്നെ എന്തിനാക്കും അത് സഹിയാണ്ട് ഗ്യാരണ്ടി ആക്കുന്നുണ്ട്. അങ്ങനെ അവിടെ പോയപ്പോ ആ ഹദീസ് ഉദ്ധരിച്ച വ്യക്തി അല്ലെങ്കിൽ ആ ഹദീസിന്റെ റാവി ഒരു പൈ അല്ലെങ്കിൽ ഒരു ആട് അവിടെ അല്ലെങ്കിൽ വണ്ടേ എന്താ ഒരു ജീവി ബഹീമത്തുൽ അൻആമിൽപ്പെട്ട ഒരു ജീവി ആ വണ്ടരെ വിളിക്കുക വേണ്ടിയിട്ട് ഇങ്ങനെ കൈ കാട്ടിട്ട് ഇങ്ങനെ മങ്കാക്കി വിളിച്ചോളൂ ബാധിച്ചോളൂ. അപ്പൊ ഇമാം ബുഖാരി പോയിട്ട് നോക്കിയിട്ട് അയാളുടെ കയ്യിലെന്ത് ആ ജീവിയെ ഇപ്പറ വിളിക്കുക വേണ്ടിയിട്ട് അയാൾ എല്ലാവരും സാധാരണ ആക്കരുത് അല്ലെ. ഇമാം ബുഖാരി ചൊല്ലി ഇയാളുടെ ഹദീസ് സ്വീകരിക്കുക. അയാളുടെ ഹദീസ് സ്വീകരിക്കാണ്ട് ആ 2000 കിലോമീറ്റർ റിട്ടേൺ ഇമാം ബുഖാരി എവിടെ വന്നിട്ട് ഖുറാസാനിക്ക് ബന്ധിപ്പിച്ചിരുന്നത്. അത്രയും സൂക്ഷ്മമായിട്ട് എനിക്ക് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി ഓരോ ഹദീസുമായാലും അങ്ങനെ ഓരോ ഹദീസ് എഴുതുമ്പോഴത്തേക്കും അയാൾ എന്താക്കി 2 റക്അത്ത് നിസ്കരിച്ചു. 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിച്ചിട്ട് അല്ലെ ഇസ്തിഖാറ നിസ്കാരം എന്തിന് ഒരാൾ ഇസ്തിഖാറ നിസ്കാരം നിസ്കരിച്ചിട്ട് ഒരു കാര്യം ആക്കിയെങ്കിൽ ഒന്നെങ്കിൽ അത് ഹൈറായെങ്കിൽ അത് നടക്കുക, അല്ലെങ്കിൽ അത് എന്താ അത് തടഞ്ഞുകൊണ്ടില്ല കേട്ടോ അല്ലെ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഓരോ ഹദീസ് എഴുതുമ്പോ ഈ 7000 ഹദീസ് എഴുതുമ്പോഴത്തേക്കും 7000 ചില്ലറ ആ എക്സാക്ട് നമ്പർ 7503 ഹദീസ് ആ 7503 വട്ടം ഇമാം ബുഖാരി എന്താക്കി ഇസ്തിഖാറ നിസ്കരിച്ചത് ചൊല്ലണം. സുബ്ഹാനല്ലാഹ്, ഇതായിട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചെങ്കിൽ സഹീഹുൽ ബുഖാരി. അങ്ങനെ ഇത്രയെല്ലാം പണിയെടുത്തിട്ട് സഹീഹുൽ ബുഖാരി രചിച്ചിട്ട് ഇമാം ബുഖാരി മുണ്ട വെച്ചിട്ടില്ല. അണ്ടത്തെ കാലത്തുള്ള 3 ഇമാമിങ്ങ യഹ്യ ബിൻ മഈൻ, അതേപോലെ അഹ്മദ് ബിൻ ഹംബൽ, അലി അൽ മദനി ചൊല്ലിക്കത്തെ 3 പ്രഗത്ഭരായ ഇമാമിങ്ങളെ കൊണ്ട് ആ കിതാബയിൽ ചക്കാപ്പാട്ട് പിന്നെ ഇട്ടിക്ക് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആ കിതാബിലെ ആൽമാർക്ക് ഷെയർ ആക്കി ചൊല്ലുന്ന കാര്യം കാണാം. അതവിടെ തീർച്ച അതിൽ പിന്നെ ഇമാം ബുഖാരി എന്താക്കരുത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നാളെ ഞങ്ങളെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരി ചൊല്ലത്
വെറും ഒരു ഹദീസിലെ കിതാബല്ല, തെറ്റിദ്ധരിച്ച വിഷയം. അതൊരു വെറും ഒരു ഹദീസിലെ കിതാബല്ല. അത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വിഷയത്തിൽ പണ്ഡിതന്മാർ ചൊല്ലാറ് ഫിഖ്ഹുൽ ഇമാമിൽ ബുഖാരി ഫീ അബ്വാബിഹി. ഇമാം ബുഖാരിയുടെ ഫിഖ്ഹ് ഇൽമു കൊടുത്തവരെ അതിലെ ബാബ് ചാപ്റ്ററിന്റെ പേരുണ്ടല്ലേ, ആ ചാപ്റ്റർ നോക്കിയിട്ട് ഇമാം ബുഖാരിയുടെ ഇൽമു നമ്മൾ മനസ്സിലാക്കണമായത്. എന്തിന് ഉദാഹരണങ്ങൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ഒരു ബാബ് ഒരാൾ ഒരു പെണ്ണിനെ ത്വലാഖാക്കിനെങ്കിൽ അയാൾക്ക് ബായി പണ്ട് മുണ്ടൊക്കെ പണ്ട് ചൊല്ലുകാവില്ല. അപ്പൊ അയാൾ അയാളുടെ കൈ കൊണ്ട് ഇഷാറ ആക്കിയെങ്കിൽ എന്താ ഒരു ത്വലാഖ് സംഭവിക്കരുത് ചൊല്ലതായിട്ട് ആ ബാബുൽ ഇമാം ബുഖാരി കൊണ്ടുവന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസാന കാലഘട്ടത്തിൽ പള്ളിയിൽ ഇമാം നിൽക്കുക പറഞ്ഞു അബൂബക്കർ ഇമാം നിൽക്കുക വേണ്ടിയിട്ട് അവിടെ നിന്നിട്ട്. അപ്പൊ ഇമാം ബുഖാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻട്രാ ആകുമ്പോഴത്തേക്കും അബൂബക്കർ ബാക്ക് പണ്ട്. അപ്പൊ നബി എന്താക്കി കൈ കൊണ്ട് ഇഷാറാക്കി ചൊല്ലു നീനെ അല്ല നിങ്ങമേ നിക്കറു ചൊണ്ട് കൈ കൊണ്ട് ഇഷാറാക്കി. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എന്തിനായിട്ടിക്കറ് രാജാവ് അല്ലെങ്കിൽ അവിടുത്തെ അങ്ങനെ പിന്നെ നേതാവ് നബി ആയിട്ടിക്കർ അവിടെ നിർബന്ധമായിട്ട് നിക്കണായിരുന്നു. അപ്പൊ നബി അവിടെ അബൂബക്കർ റളിയല്ലാഹു അനുവാദം കൊടുത്തത് എന്തുകൊണ്ടിട്ടും കൈ കൊണ്ടിട്ടായിട്ടിക്കർ. ആ ഹദീസ് ആയിട്ടിക്കർ ഒരു പെണ്ണിനെ ഒരാൾക്ക് തലാഖാക്കുമ്പോ അയാൾക്ക് ബായ് പണ്ടില്ലെങ്കിൽ അയാൾ എന്താക്കിയ മയ്യാവും അയാളെ കൈ കൊണ്ട് ഇഷാറാക്കിയുമായി ചൊല്ലേക്ക് ഇമാം ബുഖാരി കൊണ്ടുവന്ന ഹദീസ്. ഇങ്ങനെ ഇമാം ബുഖാരിയുടെ இந்த ലോകത്തെ കിതാബും ഇമാം ബുഖാരിയുടെ ഓരോ ബാബിന്റെ പേര് മാത്രം എന്തിനാ ഇമാം ബുഖാരി ആ ബാബ് കൊണ്ട് ഉദ്ദേശിച്ച രണ്ട് വിശദീകരിക്കലായിരുന്നു കിതാബെ നമുക്കുണ്ട്. അത്രയും ശ്രേഷ്ഠനായ ഇമാം ബുഖാരി ലോകത്ത് അറിയപ്പെട്ട 53 ഷറഹ് വിശദീകരണം എഴുതുകൊണ്ടു ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി അറിയപ്പെട്ട ഷറഹ്. അറിയപ്പെടാത്തത് വേറെയും ഉണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായത് ഏത്? ഫത്ഹുൽ ബാരി ചൊല്ലിയത് എല്ലാവരും കേട്ടത്. ഈ ഫത്ഹുൽ ബാരി ഒരു പ്രത്യേകത ഉണ്ട്. ഫത്ഹുൽ ബാരി ലോകത്ത് ഫസ്റ്റ് പ്രിന്റ് ആക്കപ്പെട്ടത് എവിടെ ഫസ്റ്റ് ഫത്ഹുൽ ബാരി ചൊല്ലിക്കത്തെ സഹീഹുൽ ബുഖാരിയുടെ ശ്രേഷ്ഠമായ ഷറഹിൽ ലോകത്ത് ഫസ്റ്റ് പ്രിന്റ് ആക്കപ്പെട്ടത് എവിടെ എത്തിക്കും? മാഷാ അല്ലാഹ് ബറക്കല്ലാഹ്. ഇന്ത്യത്തിൽ വെച്ചിട്ട് ലോകത്ത് ഫസ്റ്റ് സഹീഹുൽ ബുഖാരിയുടെ ഷറഹായ ഫത്ഹുൽ ബാരി പ്രിന്റ് ആക്കിയത് എവിടെ? ഇന്ത്യത്തില് ഒരു കാലത്ത് ഇണ്ടും വലിയ ഇമാമിങ് ഹദീസിലെ പണ്ഡിതന്മാരല്ല ഇന്ത്യത്തിൽ ഇന്നുമില്ല ഗൊന്തില്ലാത്തല്ല പല പല ഭാഗത്തും ഉള്ളാറുണ്ടായിരിക്കും. ഇങ്ങനെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അത് ഒരു വിഷയം കൂടി ചൊല്ലാൻ ഇപ്പാട്ടാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇൽമ്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ ഒരു അഖ്ലി എത്രത്തോളം ഒരു ഉദാഹരണം അയാളുടെ സഹീഹുൽ ബുഖാരിയുടെ ഒന്നാമത്തെ ഹദീസ് അതായിട്ട് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് ചൊല്ലിയ ഹദീസ്. അത് ചില ഇമാമിങ്ങൾ ചൊന്നാറ് അത് ഒന്നാമത്തെ ഹദീസ് കൊമ്പന്നത് ഇഖ്ലാസ് ഉണ്ടാവുക വേണ്ടിയിട്ടായിട്ട് അതൊരു കാരണമായിട്ട് മാത്ര. ആ ബാബുടെ പേര് ഒന്നാമത്തെ ചാപ്റ്റർ കിതാബ് ബദ്ഇൽ വഹി വഹിയുടെ ആരംഭ ചൊല്ലിക്കത്തെ ചാപ്റ്റർ. അപ്പൊ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് ഹദീസ് നമുക്ക് കൊടുത്തു. അപ്പൊ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് ഹദീസും വഹിയുടെ ആരംഭത്തും എന്തിനുണ്ട് ബന്ധം? ചൊല്ലോർമ്മ കണ്ടു ഇമാം ബുഖാരിനെ പോലെ അഖ്ലുള്ള ആരെങ്കിലും ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് ഹദീസ് നമുക്ക് എല്ലാവരും ഗൊന്തുണ്ടല്ലോ. എല്ലാ അമലും നിയത്തിന്റെ അടിസ്ഥാനത്തിൽ അതും വഹിയുടെ ആരംഭത്തും എന്തിനുണ്ട് ബന്ധം? എന്തെങ്കിലും ബന്ധം? നേരിട്ട് ബന്ധമുണ്ട്. അവിടെ ഇമാം ബുഖാരി അതിനെ ഉദ്ധരിച്ചത് ഈ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് ചൊല്ല ഹദീസ് ഇമാം ബുഖാരിക്ക് 10 ഉസ്താദുമാരിൽ നിന്ന് കിട്ടും. വ്യത്യസ്തമായ 10 ഉസ്താദുമാർ ഇമാം ബുഖാരി ചൊല്ലു. അതിൽ വലിയ വലിയ ഇമാമിങ്ങളുള്ള അങ്ങനെ ഹദീസ് എന്തും ഉദ്ധരിക്കാണ്ട് ഇമാം ബുഖാരി അവിടെ ഉദ്ധരിച്ചത് അയാളുടെ ഉസ്താദായിക്കത്തെ ഹുമൈദി ചൊല്ലിക്കത്തെ അയാളുടെ ഉസ്താദ് അയാളുടെ വലിയ വലിയ ഇമാമിങ്ങൾ ഇമാം ബുഖാരി എന്താക്കിയാൽ ആ ഹദീസ് ചൊന്നു കൊടുത്തത്. അങ്ങനെ എന്തും ഹദീസ് അവിടെ ഉദ്ധരിച്ചില്ല. ഈ ഹുമൈദി ചൊല്ലിക്കത്തെ അയാളുടെ ഉസ്താദിന്റെ ഹദീസ് ഉദ്ധരിച്ചു. എന്തുകൊണ്ടിട്ടു? ഈ ഹുമൈദി ചൊല്ലാല് അയാൾ മക്കത്താണ്, അയാൾ ഖുറൈശിയായ വ്യക്തിയായിട്ട് വഹി തുടങ്ങിയതവിടെ മക്കത്തിൽ ഖുറൈശിമാരിൽ നിന്നിട്ടായിരിക്കും വഹി തുടങ്ങിയത്. അതുകൊണ്ട് ഇമാം ബുഖാരി എന്താക്കി ഒന്നാമത്തെ ഹദീസ് ഒരു ഖുറൈശിയായ അല്ലെങ്കിൽ മക്കത്തെ ഒരാൾ ഉദ്ധരിച്ച ഹദീസിന് ഇമാം. അപ്പൊ അത്രത്തോളം നോക്കുന്നു ഇതുപോലത്തെ ഒരു ഇമാം. ആ ഇമാമിനെ ഒരാൾ ഏതെങ്കിലും രൂപത്തിൽ വേണ്ടാത്തൊരു പലക്ക ചൊല്ല അല്ലെങ്കിൽ ആ ഹദീസിന്റെ വിഷയത്തിൽ ആ കിതാബിന്റെ വിഷയത്തിൽ ചൊല്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്തിനാ സഹോദരന്മാർ അങ്ങോട്ട് ചിന്തിക്കും. ഇനി സഹോദരന്മാർ നോക്കൂ, ഇമാം ബുഖാരിയുടെ സഹീഹിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ ചൊന്നെ ചില പലക്കെല്ലാം നമുക്കാണ്. ഇമാം നവവി ചൊല്ലു ലോകത്തുള്ള എല്ലാ ഇമാമിയും അംഗീകരിച്ചതാണ്. സഹീഹുൽ ബുഖാരിയും സഹീഹുൽ മുസ്ലിമും
അസഹുൽ കിതാബൈനി ബഅദ കിതാബിൽ, അല്ലാഹുവിന്റെ കിതാബിൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ എനിക്കത്ത്, ഏറ്റവും അസഹായ എനിക്കത്ത്, സഹീഹായ കിതാബ് അത് സഹീഹുൽ ബുഖാരി ആയിട്ട് അല്ലെങ്കിൽ സഹീഹുൽ മുസ്ലിം ആയിട്ട് കാണാൻ സാധ്യമാകും. അപ്പൊ നോക്കൂ ഇതില്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മോട് മനസ്സിലാക്കണ ഇത് ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുമാരായ ആൾമാർ പല മുഅ്തസിലിമാരാവട്ടു, അതല്ലെങ്കിൽ പ്രത്യേകിച്ചിട്ടും ഓറിയന്റലിസ്റ്റുമാരായ ആൾമാർ, ഏത്തിയിസ്റ്റ് എന്ന ഇങ്ങനെല്ലാം മനസ്സിലാക്കിയ ഒരു വിഷയമാണ് ഖുർആാനെ നമുക്ക് എന്തുമാക്കുക സാധ്യമല്ല. കാരണം ഖുർആൻ ചൊല്ലത് ഞങ്ങൾ എപ്പോഴും ചൊല്ലൊരു പലക്കുണ്ടെങ്കിലേ ഖുർആനിന്റെ ലോകത്തുള്ള എല്ലാ ഖുർആൻ കത്തുവാക്കിയെങ്കും ഒരു ജാവു സ്വഭയാവുന്നതും അതേപോലത്തെ ഖുർആൻ ആയിരക്കണക്കിന് പ്രിന്റ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആനെ എന്താക്കും സാധ്യതയില്ല. അപ്പൊ അതെന്താക്കിയാറ് അങ്ങ് ഹദീസിനെ പിടിച്ചാണ്. ഹദീസിനെ പിടിച്ചപ്പോ ഹദീസിന്റെ വിഷയത്തിൽ ഇത്രയും ഗാംഭീര്യത്തുള്ള അല്ലെങ്കിൽ ഇത്രയും വിശാലമായ എനിക്കത്തോടെ ഹദീസിന്റെ കിതാബ് വേറില്ല ബുഖാരി മുസ്ലിമിനെ പോലെ. അപ്പൊ അങ്ങെന്താക്കിയാറ് സഹീഹുൽ ബുഖാരിനെയും സഹീഹുൽ മുസ്ലിമിനെയും അങ്ങ് അറ്റാക്ക് ആക്കാൻ തുടങ്ങിയാണ്. അതിലും ഇമാം അബൂ ഹുറൈറ പോലത്തെ സ്വഹാബിമാരെ അങ്ങ് പ്രത്യേകമായിട്ട് അങ്ങ് എന്താക്കിയാറ് അങ്ങ് അറ്റാക്ക് ആക്കപ്പെട്ടു. അങ്ങനെ ലോകത്ത് ഓറിയന്റലിസ്റ്റ് മുഅ്തസിലിമാർ അങ്ങനെയുള്ള തുടങ്ങി വെച്ചതായ ഒരു ചരിത്രവും മുഅ്തസിലിമാർ അങ്ങ് സഹീഹുൽ ബുഖാരിനെ ഇല്ലാണ്ടാക്കും പല രൂപത്തിലും അങ്ങ് എന്താക്കിയത് കാണാം, പണിയെടുത്തത് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വിഷയത്തെ ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കും. കൂടെ സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കൂലേ രണ്ട് വിഷയം. ഒന്നാമത്തേത് സഹീഹുൽ ബുഖാരി ചൊല്ലത് ഞങ്ങൾ എല്ലാ മുഖത്തും എഴുതി കാണും. സഹീഹുൽ ബുഖാരി സഹീഹുൽ ബുഖാരി. ആ സഹീഹുൽ ബുഖാരി ചൊല്ലിയ കിതാബ് അത് വെറുതെ ഉണ്ടായിരല്ല. ഇന്നത്തെ പോലെ ഞങ്ങൾ നെട്ടിലടിച്ചെങ്കിൽ ഇന്റെ ഹദീസ് കിട്ടും അല്ലെ, ക്ലാസ് പ്രിപ്പയർ ആക്കുമ്പോൾ വലിയ പണ്ടത്തെ ഇമാമിങ്ങ ബന്ധത്തിന് ഭംഗം ഉണ്ടാക്കിയിട്ടെങ്കിൽ ഒരിക്കലും ഇല്ല. എന്റെ നമുക്ക് ഹദീസിന് ഒരു ഭാഗ എല്ലാം അടിച്ചു കൊടുത്താൽ നമുക്ക് എന്താവും ആ ഹദീസ് പരിപൂർണമായിട്ടും നമുക്കുണ്ട്. നല്ല അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരെ സൈറ്റിൽ നിന്നിട്ട് നമുക്ക് ആ ഹദീസ് പരിപൂർണമായിട്ട് കിട്ടും. അത് സ്വഹീഹ ലഈഫായിട്ട് നോക്കുമ്പോൾ പണ്ടത്തെ എന്തും ത്യാഗം ഉണ്ടില്ല. മാത്രം ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്തിൽ സഹോദരന്മാരെ നമുക്ക് മനസ്സിലായി. ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ ബുഖാറ ചൊല്ലരായ ഇന്റും ഔട്ട് ആൾമാർ സഞ്ചരിക്കുന്നത് വണ്ടലും കത്തലായിട്ട് ഇന്റും ബുഖാറ നിങ്ങൾ പരിശോധിച്ച് നോക്കുക നെട്ടിൽ. ഇന്റും ഔട്ട് ആൾമാർ വണ്ടലും കത്തലും സഞ്ചരിച്ചു. പണ്ട് എന്തായിരിക്കും അവസ്ഥ ആ കാലഘട്ടത്തിൽ ഇമാം ബുഖാരിയുടെ കാലത്തിൽ അത്രയും ദീനിനു വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടായിട്ട് ഇങ്ങനെ ഒരു കിതാബ് നമുക്ക് കിട്ടിയത്. രണ്ടാമത്തെ സഹോദരന്മാരെ എല്ലാം ഞങ്ങൾ ചരിത്രത്തിൽ പഠിക്കാൻ മാത്രമല്ല, ഫസ്റ്റ് ചൊന്നതുപോലെ അള്ളാഹുടെ ദീനിക്ക് ഇതേപോലെ ഞങ്ങൾ എന്തെങ്കിലും ആക്കും. ഞങ്ങൾ മരിച്ചെങ്കും കിട്ടരുത്. ചിലപ്പോ ഞങ്ങളെ മക്ക മുഖാന്തരായിട്ടിക്കും, ചിലപ്പോ ഞങ്ങളെ മുഖാന്തരായിട്ടിക്കും, എന്തെങ്കിലും രൂപത്തിൽ നക്കും അള്ളാഹുടെ ദീനിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ നാം മരിച്ചെങ്കും ഖിയാമത്ത് നാളത്തോളം എന്റെ ഖബറിന് കൂലി കിട്ടരുത് എന്തെങ്കിലും ആക്കും ഞങ്ങൾ തീരുമാനിക്കും. വെറുതെ ഞങ്ങൾ കേട്ടുപോയെങ്കിൽ മയ്യാവല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുക്കുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ ദീന് യാറെ പഠിക്കുകയും മനസ്സിലാക്കുകയും ആ ദീനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും, അത് അമലാക്കുകയും തൗഫീഖ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. اللهم رب ارحمهما كما ربيانا صغارا اللهم رب ارحمهما كما ربيانا صغارا اللهم رب ارحمهما كما ربيانا صغارا ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد والحمد لله رب العالمين.